സമുദായത്തിൽ നിന്ന് കണക്കൂട്ടേണ്ട കാര്യമില്ല. ആ സമുദായത്തെ മാത്രം നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒരു സമുദായമാണ് കള്ളക്കടത്ത് മുഴുവൻ നടന്നു പറയാൻ സാധിക്കുന്നു? അത് പറയാൻ സാധിക്കില്ല. സമുദായ നേതാക്കൾക്ക് അതിൽ ബാധ്യതയുണ്ട്. ഇത് ഒരു കുറ്റകൃത്യമല്ല എന്നാണ് ചില ആളുകൾ ധരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളതിൻ്റെ. അതുകൊണ്ട് അത് മാറ്റണം. ഇവിടെ മതപരമായിട്ട് ഇടപെടുന്നതല്ല അതിൻ്റെ അർത്ഥം. അതായത് അങ്ങനെയല്ല, ഒരു കുറ്റകൃത്യമല്ല എന്ന ധാരണ മാറ്റണം. കുറ്റകൃത്യം തന്നെയാണ്. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് തടയാൻ മുസ്ലിം സമുദായ നേതാക്കൾക്ക് ബാധ്യതയുണ്ട്. അതേസമയം കള്ളക്കടത്തിൻ്റെ പേരിൽ സമുദായത്തെ കുറ്റപ്പെടുത്താനാവില്ല. ഇത് കുറ്റകൃത്യമല്ലെന്ന് ധരിക്കുന്നവരെ തിരുത്താൻ മതപരമായ ഇടപെടൽ ആവശ്യമുണ്ടെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോൾ നാട്ടിലെ നിയമങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല എന്നാണോ ഗോവിന്ദൻ വിവക്ഷിച്ചത്? ഫത്വ പുറപ്പെടുവിച്ചാൽ അവസാനിക്കുന്നതാണോ സ്വർണ്ണക്കടത്ത്? കേരളത്തിലെ പോലീസിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ലേ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. മതവിധി മതിയോ? സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ഷാജഹാൻ, BJP സംസ്ഥാന വക്താവ് യുവരാജ് ഗോകുൽ, രാഷ്ട്രീയ നിരീക്ഷകരായ O അബ്ദുള്ള, അഡ്വക്കേറ്റ് BN ഹസ്ക എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. യുവരാജ്, മുസ്ലിം സമുദായത്തെ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ഒന്നടങ്കം ആക്ഷേപിക്കരുത്. ആരും ആക്ഷേപിക്കുന്നില്ല. പക്ഷേ നിയമപരമായി ഇടപെടേണ്ടതിന് പകരം മതനേതാക്കൾ മുൻകൈയെടുക്കണം ഇതിനൊരു പരിഹാരം കാണാനെന്ന് ഗോവിന്ദനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആഹ്വാനം ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ശ്രീ അൽനമ്പ്യാറിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തരം പ്രസ്താവനയാണ് CPMൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിപ്പോൾ തുടങ്ങി വെച്ചത് ഗോവിന്ദൻ മാസ്റ്റർ അല്ല, തുടങ്ങി വെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KT ജലീലാണ്. അദ്ദേഹമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരു MLA തന്നെയാണ്. മലപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ വരെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ്. ഒരു ഇടതുപക്ഷത്ത് ഭാഗത്തുള്ള ഒരു മുസ്ലിം മുഖമായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. മതവിധി ഉണ്ടാകണം, ഇത് തെറ്റാണ് എന്ന് പാണക്കാട് തങ്ങൾ പറയണം. പിന്നെ അവരുടേതായ ബാക്കിൽ എന്തോ ഖലീസാന്നോ അങ്ങനെ എന്തോ ഒരു വാക്കുകൂടി അദ്ദേഹം ഉപയോഗിക്കുന്നത്, എൻ്റെ കൂടി ഖലീസയാണെന്നോ അങ്ങനെ എന്തോ ഒരു വാക്കുകൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. എനിക്കത് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആസൂത്രിതമായിട്ട് സംഘടിതമായിട്ട് അവർ തുടങ്ങി വെച്ചതാണോ അതോ സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ നമുക്കറിയില്ല. അത് നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നമ്മൾ മതവിധി അനുസരിച്ചിട്ടല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഭരണ സംവിധാനം മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ കോടതിയുണ്ട്, നമ്മുടെ നാട്ടിൽ പോലീസുണ്ട്, നമ്മുടെ നാട്ടിൽ മറ്റ് നിയമവ്യവസ്ഥിതികളും സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തെറ്റാണ് എന്ന് ഒരു വ്യക്തിക്ക് ബോധ്യം വരേണ്ടത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമത്തിനനുസരിച്ച് ഇത് തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ്. പകരം MV ഗോവിന്ദൻ മാസ്റ്ററും KT ജലീലും ഒക്കെ പറയുന്നത് ഈ നിയമം കൊണ്ടൊന്നും കാര്യമില്ല, ഈ പറയുന്ന പോലീസ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളോ ഒക്കെ തന്നെ ഫെയിലറാണ്, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ട് ജമാഅത്തുകളിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് തങ്ങളെ പോലുള്ള ആധ്യാത്മിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയണം എന്നാണ് പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ടും ഒരു മതവിഭാഗത്തിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലഹരി പോലുള്ള വിഷയങ്ങൾ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അതിനെതിരായിട്ട് ആത്മീയ നേതാക്കൾ ഉൾപ്പെടെ സംസാരിക്കണം എന്ന് പറയുന്നതിനകത്ത് കുറേയധികം ശരിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയിരുന്നാലും ശരി തന്നെയാണ്. ഇപ്പോൾ പള്ളിയിലൊരു അച്ഛൻ ക്രിസ്ത്യാനികളായ കുട്ടികളോട് പറയണം നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, അത് അവരെ ഗൈഡ് ചെയ്യുന്നൊരു വഴിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ സംസാരിക്കണമെന്ന് പറയാം. ഇത് പൊതുവായിട്ട് എല്ലാ മത നേതാക്കളോടും അല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പർട്ടിക്കുലർലി ഒരു മതവിഭാഗത്തിൻ്റെ നേതാക്കളോടും, അതും പർട്ടിക്കുലർലി ഒരു ജില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമായിട്ട് വരുന്ന ഏക ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. അപ്പോൾ അങ്ങനെ ഒരു ജില്ലയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിലെ ഒരു മതവിഭാഗത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെയും ഒരു പർട്ടിക്കുലർലി ഒരു ആധ്യാത്മിക നേതാവിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇത് പറയുമ്പോൾ ഇത് വിരൽ ചൂണ്ടിയിരിക്കുന്നത് ഇടതുപക്ഷം തീർച്ചയായും
തീർച്ചയായിട്ടും ഇസ്ലാമിക സമൂഹത്തിന് നേരെ തന്നെയാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, ആ സമൂഹം എന്ന് പറയുന്നത് മത നിയമം മാത്രം അനുസരിക്കുകയും നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ലാതെ പോവുകയും ചെയ്യുന്ന ഒരു ജനതയാണ് എന്ന് ഭംഗ്യന്തരയുടെ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബി എൻ ആസ്ക, നമ്മുടെ നാട്ടിലെ നിയമപാലകരുടെ പണി എന്താണ്? ഇപ്പോൾ പോലീസുകാരെ ഇടപെടുവിക്കാതെ മുസല്യാരും മുക്രിയും ഉസ്താദും ഇറങ്ങി സമുദായ അംഗങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസുകളിൽ തീർപ്പുണ്ടാക്കണമെന്ന് മതത്തെ തള്ളിപ്പറയുന്ന ഒരു പാർട്ടിയെ നയിക്കുന്ന നേതാവ് പറയുന്നതിലെ ഔചിത്യം എന്താണ്? നിയമം ലംഘിക്കുന്നവരെ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കേണ്ടതും അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതും മത നേതാക്കളാണോ പോലീസാണോ? രണ്ടാം ഇതിൽ കാണേണ്ടത് ഇസ്ലാമിക മതവിശ്വാസികളിൽ ഒരു തെറ്റായ ധാരണ രൂഢമൂലമായിട്ടുണ്ട്. ചുങ്കം കൊടുക്കുക അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമാണെന്ന തെറ്റിദ്ധാരണ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ, ഇസ്ലാം മത അനുഷ്ഠിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ കള്ളക്കടത്ത് ഇടപാടുകളിൽ, സ്വർണം അടക്കമുള്ള കള്ളക്കടത്ത് ഇടപാടുകളിൽ യഥാർത്ഥത്തിൽ അത് ഒരു ഹറാം ആണെന്ന് തോന്നൽ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഇല്ല എന്ന ഒരു കാര്യം ആണ്. ആ അർത്ഥത്തിലാണ് ശ്രീ കെ ടി ജലീൽ ഇത്തരത്തിൽ ഒരു മതഫത്വ പുറപ്പെടുവിക്കണം. കേരളത്തിലെ നിരവധി മസ്ജിദുകളുടെ അല്ലെങ്കിൽ മഹല്ലുകളുടെ ഖാസി കൂടിയായിട്ടുള്ള പാണക്കാട് തങ്ങൾ അത് പറഞ്ഞാൽ, ബാക്കി കാസിമാരും അത് ഏറ്റു പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നത്, കള്ളക്കടത്ത് ചെയ്യുന്നത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ പ്രതിസ്ഥാനത്ത് വരുന്നത് എണ്ണത്തിൽ കൂടുതലാണെന്നുള്ളത് കൊണ്ട് കള്ളക്കടത്ത് ഒരു കുറ്റകൃത്യമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നൊരു മതഫത്വ മുസ്ലിങ്ങൾക്കിടയിൽ പുറപ്പെടുവിച്ചാൽ ആ മതവിധിയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയമായും ആളുകൾ ഈ കള്ളക്കടത്തിൽ, സ്വർണം കള്ളക്കടത്ത് അടക്കമുള്ള കള്ളക്കടത്തുകളിൽ നിന്നും മുസ്ലിം സമുദായങ്ങൾ പിന്തിരിയുന്നതിന് ഇടവരും എന്ന സതുദ്ദേശപരമായിട്ടുള്ള ഒരു പരമാർത്ഥത്തെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ പറ്റി പരാമർശിച്ചു എന്ന അർത്ഥത്തിൽ ഒരു തെറ്റായ ബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുകയും അതുവഴി കേരളത്തിലെ ബഹുസ്വരത ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു വന്നതിന്റെ തുടർച്ചയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. വളരെ സതുദ്ദേശപരമായി ശ്രീ കെ ടി ജലീൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശം, ഒരുപക്ഷെ അത് ഒരു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ കള്ളക്കടത്തും സ്വർണ്ണവും കള്ളക്കടത്തുമായി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് ഇസ്ലാം വിരുദ്ധമാണെന്ന ബോധം അവരിലേക്ക് എത്തിക്കുക എന്ന സദുദ്ദേശം മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ. കെ ടി ജലീൽ പറഞ്ഞതിനെ നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷേ അദ്ദേഹം പാർട്ടിയുടെ അംഗമൊന്നും അല്ലല്ലോ. അദ്ദേഹം പാർട്ടി സഹയാത്രികനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. പക്ഷേ ഈ ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ നമുക്ക് ജലീൽ പറഞ്ഞതുമായിട്ട് താരതമ്യപ്പെടുത്തി അതിനെ കാണാൻ പറ്റുമോ? അല്ല, ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് അങ്ങനെ ഒരു പ്രസ്താവനയല്ലല്ലോ. നിങ്ങളിലെ മാധ്യമ പ്രവർത്തകർ ചിലർ കെ ടി ജലീലിന്റെ ഈ മതവിധിയെ സംബന്ധിച്ച് നടത്തിയുള്ള പരാമർശത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മാത്രമാണല്ലോ വളരെ സജീവമായി അദ്ദേഹം അതിനൊരു അഭിപ്രായം പറയുന്നത്. ആ അഭിപ്രായ പ്രകടനത്തെ CPM-ന്റെ അഭിപ്രായ പ്രകടനമായും അത് CPM നടത്തിയ ഒരു പ്രസ്താവനയായും കരുതേണ്ടതില്ല. അദ്ദേഹം മതവിശ്വാസവും മതബോധവും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. അതുകൊണ്ട് പാർട്ടി അംഗങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശമോ പാർട്ടി അനുഭാവികൾക്ക് നൽകുന്ന നിർദ്ദേശമോ അല്ല സഖാവ് ഗോവിന്ദ മാസ്റ്റർ നടത്തിയിട്ടുള്ളത്. കെ ടി ജലീൽ പറഞ്ഞ പരാമർശത്തെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നു. ഒരുപക്ഷെ സമുദായ അംഗങ്ങൾ, മത നേതാക്കന്മാർ പറഞ്ഞാൽ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അത്തരത്തിൽ ഒരു തീരുമാനമെടുത്താൽ അത് സ്വാഭാവികമായും ഈ കള്ളക്കടത്ത് കുറയുന്നതിനൊരു സാഹചര്യം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം പിന്നെ പോലീസിന് മറ്റു വേറെ പണിയില്ലേ എന്നുള്ളത്. ഇപ്പൊ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് പോലീസ് സ്റ്റേഷൻ വഴിയോ അല്ലെങ്കിൽ സംസ്ഥാനത്തു നിന്നോ അല്ലല്ലോ, രാജ്യാന്തര കള്ളക്കടത്തുകളാണ് നടക്കാറുള്ളത്. ഇവിടെ കേന്ദ്ര ഏജൻസിയായ കസ്റ്റംസിന് എന്താ പണി? കസ്റ്റംസ് കൃത്യമായി സ്കാനർ ഉപയോഗിച്ചത് കണ്ടെത്തി കേസുകൾ മലപ്പുറത്ത് പിടിച്ചത് പോലീസല്ലേ? പോലീസ് എപ്പോഴാ കസ്റ്റംസ് പിടിക്കാത്തതുകൊണ്ടാണല്ലോ പോലീസിന് പിടിക്കേണ്ടി വരുന്നത്. അതിന് ഒരുപക്ഷെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുകൊണ്ടാണല്ലോ. അങ്ങനെയുള്ളവരുണ്ടല്ലോ. അല്ല അപ്പൊ കേന്ദ്ര ഏജൻസിയും ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ എന്ത് ചെയ്യായിരുന്നു ഇത്രയും കാലം? അവരുടെ പണി എന്താ? അപ്പൊ കേന്ദ്ര ഏജൻസികൾ പരാജയപ്പെട്ടിടത്ത് സംസ്ഥാനത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളതല്ലേ കാണേണ്ടത്. അപ്പോ അത് കേരള പോലീസിനെ അഭിനന്ദിക്കുകയല്ലേ ഇക്കാര്യത്തിൽ വേണ്ടത്? അതിന് പകരം കേരള പോലീസിന് വേറെ പണിയില്ലേ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ?
അങ്ങനെ പറയുന്നത് തന്നെ ശരിയാണോ? കേന്ദ്ര ഏജൻസികൾ ഫലപ്രദമായി വിമാനത്താവളങ്ങൾ വഴി കള്ളക്കടത്ത് തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന ഗൗരവതരമായിട്ടുള്ള വിഷയമല്ലേ ഇവിടെ പൊങ്ങി നിൽക്കുന്നത്? അത് അഡ്രസ് ചെയ്യാതെ, അതിനെക്കുറിച്ച് പറയാതെ, അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ, മറിച്ച് സംസ്ഥാന പോലീസ് ഏതോ തരത്തിൽ വലിയ കുറ്റകൃത്യം ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളത് അതിന്റെ അല്ല കേന്ദ്ര ഏജൻസികൾ കർത്തവ്യ ബോധത്തോടു കൂടി പ്രവർത്തിക്കണം. അതിലൊന്നും ഒരു എതിരഭിപ്രായവും ഇല്ല. ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ അതിലും കള്ളനാണയങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നേരത്തെ കസ്റ്റംസിൽ പ്രവർത്തിച്ച സുജിത് ദാസ് മലപ്പുറത്ത് SBI ചാർജ് എടുക്കുമ്പോൾ ആ പഴയ ബന്ധങ്ങളൊക്കെ പൊടിതട്ടി എടുത്ത് അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്കൊക്കെ, ഈ കേസുകൾ ഒത്തുതീർപ്പിലേക്ക് ഒക്കെ എത്തിക്കുന്നത് അങ്ങനെയാണല്ലോ. അതെല്ലാം അൻവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ തെളിവുകളും അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നോക്കൂ, ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നൊരു പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അപ്പം മതനേതാക്കന്മാർ ഇടപെടണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർ എന്ത് വിചാരിക്കും? മതനേതാക്കന്മാർ വിചാരിച്ചാൽ മാത്രമേ ഇവിടെ ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ, നിയമവാഴ്ച ഉറപ്പിക്കാനാവൂ എന്നാണോ? അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, പോലീസിന് എന്താ പണി എന്നുള്ളത്. നിങ്ങൾ ഒറ്റ കാര്യം അഡ്വക്കേറ്റ് അസ്ക, ഒറ്റ കാര്യം, നിങ്ങൾ പോലീസിനെ പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിപ്പിച്ചിരുന്നില്ലെങ്കിൽ, പോലീസിന് പ്രവർത്തന സ്വാതന്ത്ര്യം, അവർ അർഹിക്കുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ല. ഇപ്പം നോക്കൂ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവ, ഇപ്പം ജനം TV-യുടെ ഫ്ലോറിലിരുന്ന് ഞാൻ പറയുകയാണ്, അതായത് IS-ലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും ഒക്കെ, യുവാക്കളെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയ സമയത്തും ഞങ്ങൾ കേട്ട ഒരു ആരോപണം, ഒരു സമുദായത്തെ, മുസ്ലിം സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു ആരോപണം, ആക്ഷേപം ഉയർത്തിയത് ആരാ? അതിൻ്റെ മുൻനിരയിൽ നിന്നത് CPM-കാർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, മുഖ്യമന്ത്രി അടക്കം ഒരബദ്ധത്തിൽ ചെന്ന് ചാടിയപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. മറ്റ് തുറന്നു പറയോ, ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാവുമോ, പ്രത്യേകിച്ച് CPM-ൻ്റെ ഭാഗത്തുനിന്ന്? കാരണം ന്യൂനപക്ഷം ആണല്ലോ നിങ്ങളെയൊക്കെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾ വോട്ട് ബാങ്കാണ്. ആ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം, ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കുന്ന ഒരു പരാമർശവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് സാധാരണ ഉണ്ടാവാറില്ല, അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്ന് പറയാൻ നിർബന്ധിതമായിരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നോക്കൂ, അതായത് ഇവർ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് ഈ ന്യൂനപക്ഷങ്ങളിലെ ഒരു ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്. അവരെ പിൻ പോയിന്റ് ചെയ്യുമ്പോൾ, അവരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ജനറലൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് CPM-ആണ് എടുത്തത്. ഇപ്പം തിരിച്ചടിക്കുന്നു. അതല്ലേ സത്യം? ഇതിന് അങ്ങനെയല്ല. ഞങ്ങളെല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെയും കൃത്യമായ രാഷ്ട്രീയ ലൈൻ എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കണമെന്നുള്ളത് തന്നെയാണ്. ഞങ്ങളുടെ നിലപാടും ഞങ്ങളുടെ പ്രവർത്തനവും അത്തരത്തിൽ തന്നെയാണ്. ഞങ്ങൾ ഒരു തരത്തിലും അതിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല, ഒരു തരത്തിലും അതിൽ വെള്ളം ചേർത്തിട്ടില്ല. ഇവിടെ ന്യൂനപക്ഷ സമുദായങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം ചെയ്യുന്ന ഏതു തെറ്റിനെയും ന്യായീകരിച്ചുകൊണ്ടല്ല ഇടതുപക്ഷം കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഏതു തെറ്റിനെയും വിമർശിക്കുന്നുള്ള സ്വാതന്ത്ര്യം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മതമേലധ്യക്ഷന്മാരെയും പ്രത്യേകിച്ച് മുസ്ലിം മതപുരോഹിതന്മാരുടെ പൗരോഹിത്യത്തിലുള്ള വീഴ്ചകളെ വിമർശിക്കുന്നതിൽ ഇടതുപക്ഷം ജാഗ്രത കുറവ് കാട്ടിയിട്ടുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഇടതുപക്ഷം ശക്തമായ നിലപാടെടുത്തതിന്റെ സൂചന കൂടിയാണ് മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ഈ വാക്കുകൾ, ഒടുവിലത്തെ വാക്കുകൾ. അതൊരു മലപ്പുറം ജില്ലയെയോ സമുദായത്തെയോ അപമാനിക്കുന്നതിനു വേണ്ടിയായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് അവിടുത്തെ ഭൂമിശാസ്ത്രം അറിയാം. കരിപ്പൂർ വിമാനത്താവളം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. സ്വാഭാവികമായി കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പൊ സ്വാഭാവികമായും അത് മലപ്പുറം ജില്ലയുടെ അക്കൗണ്ടിൽ വരും. കോഴിക്കോട് വിമാനത്താവളം എന്ന് അറിയുന്നെങ്കിൽ പോലും 3-4 ജില്ലകളിലെ യാത്രക്കാർ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് കരിപ്പൂർ വിമാനത്താവളം. അപ്പൊ സ്വാഭാവികമായും മലപ്പുറം ജില്ലയുടെ മേൽ ക്രൈമുകളുടെ എണ്ണം കൂടുന്നിട്ടുണ്ടാവും. അതുകൊണ്ട് മലപ്പുറം ജില്ലക്കാരാകമാനവും അവിടെ മലപ്പുറം ജില്ല ഭൂരിപക്ഷ സമുദായാംഗങ്ങളായിട്ടുള്ള മുസ്ലിം സമുദായ ആകമാനം ഈ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്നൊരു അഭിപ്രായം പറയുകയല്ല ചെയ്തിട്ടുള്ളത്. വസ്തുതകളായി തന്നെയാണ് മുഖ്യമന്ത്രി ജനപക്ഷത്ത് വെച്ചത്.
ആ രീതിയിൽ നമ്മൾ അതിനെ കാണണം. അതിന് പകരം ഇത് ബഹുസ്വരത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം, മുസ്ലിം സമുദായത്തെ ആകമാനം മുഖ്യമന്ത്രിയെ അപമാനിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇപ്പോ CPM സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതും ഇത്തരത്തിൽ വളച്ചൊടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ആ ശ്രമം നിങ്ങൾ വൃഥാവിലാവുകയുള്ളൂ. വസ്തുതകളായി സമീപിക്കുക. ആ വസ്തുതകളെ നിങ്ങൾ വളച്ചൊടിക്കുന്നിടത്താണ് നിങ്ങൾ വെട്ടിലാവുന്നത് എന്ന ബോധ്യം കൂടി നിങ്ങൾക്കുണ്ടാവണം ഇക്കാര്യത്തിൽ. ഓക്കെ, അഡ്വക്കേറ്റ് ഷാജഹാൻ, MV ഗോവിന്ദൻ്റെ പ്രസ്താവന സതുദ്ദേശപരമാണ്, മാധ്യമങ്ങൾ അത് വക്രീകരിച്ചു എന്നാണ് ആക്ഷേപം. അല്ല, ഇതിനകത്ത് ഈ ഹസ്കർ പറഞ്ഞ എല്ലാ വാദങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് CPM-ഉം പിണറായി വിജയനും എടുക്കുന്നതാണ് ശരിയായ സമീപനം. ആ സമീപനത്തെ എതിർക്കുന്നവരെല്ലാം വക്രീകരിക്കുന്നവരാണ് എന്ന് പറയുന്ന ഈ തീർത്തും പരമ്പരാഗതവും സങ്കുചിതവുമായിട്ടുള്ള ഒരു ആരോപണമാണ് ഹസ്കർ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അത് കേൾക്കുന്നവർക്കത് നല്ലപോലെ മനസ്സിലാവും. ഞാൻ 2-3-4 കാര്യങ്ങൾ പറയാം. ഹസ്കർ പറഞ്ഞ ഓരോ വാദവും അടിസ്ഥാനരഹിതവും തെറ്റുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അൻവറിനെ എതിർക്കാൻ വിളിച്ച പത്രസമ്മേളനത്തിൽ മലപ്പുറം ജില്ലയിലെ കണക്കുകൾ വെച്ചത്. അത് ADGP അജിത് കുമാർ കൊടുത്ത കണക്കുകളാണ്. 18, 19, 20, 21, 22, 23 മലപ്പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള, മലപ്പുറത്തുനിന്ന് പിടിച്ച കേസുകളുടെ കണക്കുകൾ ആദ്യമായി പൊതുമണ്ഡലത്തിന് മുന്നിൽ വെച്ചത് ഈ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതിനുശേഷം ഹിന്ദു പത്രത്തിൽ ഈ വിവാദം വന്നു. ഈ വിവാദം എപ്പോഴാണ് വന്നത്? 2024 ഒക്ടോബർ 1-ാം തീയതിയാണ് ഹിന്ദു ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഈ വിവാദ പരാമർശമടങ്ങുന്ന ലേഖനം വന്നത്. ആ ലേഖനം വന്ന് 22 മണിക്കൂർ നേരം പിണറായി വിജയൻ യാതൊരു വിവാദവും അതിനകത്തില്ലായിരുന്നു. 22 മണിക്കൂർ മുതൽ 38 മണിക്കൂർ വരെയുള്ള സമയത്താണ് ഇത് പിണറായി വിജയനും വിവാദമായി തോന്നുകയും അയാളുടെ പ്രസ് സെക്രട്ടറി ഹിന്ദുവിന് കത്തയക്കുകയും ചെയ്തത്. അതിനുശേഷം ഉണ്ടായ വിവാദത്തെക്കുറിച്ചിട്ടൊക്കെ അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവാണ് ആദ്യമായി മലപ്പുറം ജില്ലയെ മൊത്തം അപകീർത്തിപ്പെടുത്തുന്ന ഈ പ്രസ്താവനയുമായി അയാളുടെ പത്രസമ്മേളനത്തിൽ ആദ്യം രംഗത്ത് വന്നത്. അത് വന്നതിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യമെന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് കൊണ്ട്, കക്ഷത്തിലിരുന്നത് പോയി എന്നുള്ളത് കൊണ്ട് ഉത്തരത്തിലിരിക്കുന്ന ഭൂരിപക്ഷ വോട്ടുകൾ വാങ്ങാനുള്ള ഒരു വൃഥാശ്രമമാണ് അയാൾ നടത്തിയത്. അയാളുടെ കക്ഷത്തിലിരിക്കുന്നതും പോയി ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല എന്നുള്ളത് ജനങ്ങൾ കാണുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, KT ജലീലിൻ്റെ ഈ പ്രസ്താവനയെ ഇന്നിപ്പോൾ ഗോവിന്ദ മാസ്റ്റർ തള്ളിക്കളഞ്ഞല്ലോ. KT ജലീലിൻ്റെ ഈ പ്രസ്താവന വന്നത് CPM-ൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിലാണ്. അതിലെന്താണ് അയാൾ പറഞ്ഞത്? അയാൾ പറഞ്ഞത് കള്ളക്കടത്ത് നടത്തി പിടിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം നാമധാരികളാണ് എന്നാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് അയാൾ വേറെ 2-3 കാര്യങ്ങളും കൂടെ പറഞ്ഞു. അതും കൂടെ നമ്മളൊന്ന് കേൾക്കണം. അയാൾ പറഞ്ഞത് കള്ളക്കടത്തും ഹവാല ഇടപാടുകളും മതനിഷിദ്ധമാണ് എന്ന് മുസ്ലിങ്ങൾ കരുതുന്നില്ല. എത്ര വിസ്ഫോടനകരവും എത്ര കലാപാഹ്വാനത്തിന് ഇടയാക്കുന്നതുമായിട്ടൊരു പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്ക്. അയാൾ പറഞ്ഞ അതേ വാദഗതി തന്നെയാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. എനിക്ക് അയാൾ പറഞ്ഞാൽ മനസ്സിലാവും. കാരണം അയാൾ ഇതിനു മുമ്പും ഇതുപോലെ കടുത്ത വർഗീയമായിട്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ് KT ജലീൽ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിവിടെ വന്ന് പലപ്പോഴും വിവാദവുമായിട്ടുണ്ട്. അയാൾ എന്താണ് പറഞ്ഞത്? മുസ്ലിം സമുദായം കള്ളക്കടത്തും ഹവാലയും മതനിഷിദ്ധമായി കരുതുന്നില്ല എന്ന്. അത് അയാൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാം. അത് ഗോവിന്ദൻ മാസ്റ്ററും ഹസ്കറും അത് ഛർദ്ദിക്കുമ്പോഴാണ് എനിക്കിതിനകത്ത് ഇത്തിരി പ്രശ്നം വരുന്നത്. ഇന്നെന്താണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്? കള്ളക്കടത്തും ഹവാല ഇതുപോലുള്ള കാര്യങ്ങളൊന്നും മുസ്ലിങ്ങൾ കുറ്റകരമായി കാണുന്നില്ല എന്ന്. വളരെ മനോഹരമായിട്ടുണ്ട്. അതിനെ ഉളുപ്പില്ലാതെ വന്ന് ഹസ്കറും ഇവിടെ വന്ന് ഛർദ്ദിച്ച് വെക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, മുസ്ലിം സമുദായം സ്വർണ്ണക്കള്ളക്കടത്തിനെയും ഹവാല ഇടപാടുകളിനെയും ഒന്നും മതനിഷിദ്ധമായി കാണുന്നില്ല എന്നുള്ള വാദഗതി ഗോവിന്ദനുണ്ട്. അപ്പോൾ ഹസ്കർ പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ഹസ്കർ ഒരു സാധാരണ പാർട്ടി മെമ്പർ മാത്രമാണ്. ഹസ്കറിനകത്ത് വലിയ വിലയൊന്നുമില്ല. പക്ഷേ മതനിരപേക്ഷതയിലും മതേതരത്വത്തിലും 24 മണിക്കൂറും ആണയിട്ട് പറയുന്ന ഒരു പാർട്ടിയുടെ
സംസ്ഥാന സെക്രട്ടറി കള്ളക്കടത്തും ഹവാല ഇടപാടുകളും മുസ്ലിങ്ങൾക്ക് കുറ്റമല്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ മര്യാദകേടല്ലേ? ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള സമീപനമല്ലേ? ആ മതസമുദായത്തിനെ പൂർണ്ണമായി അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമല്ലേ? എന്നിട്ട് അയാളുടെ അടുത്ത വാചകം എന്താ? നമ്മൾ ജലീൽ പറഞ്ഞാൽ അയാളെ തള്ളിക്കളയാൻ അയാൾക്ക് അത്രയും ബോധമുള്ളൂ. പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടി മതേതരത്വത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന ആ പാർട്ടിയുടെ, കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ, 8 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് വിളമ്പുകയാണ് ജനങ്ങളുടെ മുമ്പിൽ, മുസ്ലിങ്ങൾക്ക് കള്ളക്കടത്തും ഹവാലയൊന്നും കുറ്റമല്ല. ഇതിനെന്ത് വാക്കാണ് നമ്മൾ ഉന്നയിക്കേണ്ടത്? എന്നിട്ട് അയാൾ അടുത്തത് എന്താ പറയുന്നറിയാവോ? അയാൾ പറയുകയാണ് ഇത് മതമേലധ്യക്ഷന്മാർ ഇതിനകത്ത് തീരുമാനമെടുക്കും. പിന്നെ എന്തിനാണ് അയാൾ കസേരക്കരയോട് ഇരിക്കുന്നത്? അയാളുടെ പാർട്ടി വിശ്വസിക്കുന്നത് ഭരണഘടനയിലല്ലേ? അയാളുടെ പാർട്ടി വിശ്വസിക്കുന്നത് ക്രിമിനൽ നിയമങ്ങളിലല്ലേ? അപ്പോൾ ഭരണഘടനയിലും ക്രിമിനൽ നിയമങ്ങളിലും വിശ്വസിക്കുന്ന, മതേതരത്വത്തിലും മതനിരപേക്ഷതയിലും 24 മണിക്കൂർ ആണയിടുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് മുസ്ലിങ്ങൾ മുഴുവൻ കള്ളക്കടത്ത് നടത്തുന്നവരാണ്, അവർക്കത് കുറ്റമായിട്ട് അയാൾ പറയുകയാണ്. അയാൾക്ക് ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് കള്ളക്കടത്തും ഹവാലയൊന്നും കുറ്റമല്ലാന്ന് എന്തൊരു വൃത്തികെട്ട വർത്തമാനമാണ് അയാൾ പറയുന്നത്. എന്നിട്ട് അയാൾ പറയുകയാണ് അതിൽ മതമേലധ്യക്ഷന്മാർ തീരുമാനിക്കുമെന്ന്. അപ്പോൾ അയാളുടെ മുമ്പിൽ പ്രധാനപ്പെട്ടത് എന്താ? അയാളുടെ പാർട്ടി എങ്ങനെയാണ്? ഇപ്പം ഹസ്കർ അത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, കാരണം ഹസ്കർ ഒരു സാധാരണക്കാരനാണ്. പക്ഷേ ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടി ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് വർഗാടിസ്ഥാനത്തിലല്ലേ? അതൊരു ക്ലാസ് ബേസ്ഡ് പാർട്ടിയല്ലേ? അതിന് ക്ലാസ് മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ നിഘണ്ടുവിലും അതിൻ്റെ ഭരണഘടനയിലും എവിടെയാണ് ജാതിയും മതവും? എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഭരണഘടനയും ക്രിമിനൽ നിയമങ്ങളും അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ഒരു സിറ്റിസൺ, ഒരു പൗരനല്ലേ MV ഗോവിന്ദൻ? ആ MV ഗോവിന്ദൻ വന്നിട്ട് ഉളുപ്പില്ലാതെ പറയുകയാണ് അത് മതപരമായിട്ടുള്ള മതപണ്ഡിതന്മാരിടപെട്ട് അത് തീർക്കണം. അയാൾ സത്യം പറഞ്ഞാൽ ഉളുപ്പുണ്ടെങ്കിൽ അയാൾ ഏറ്റവും ആദ്യം ആ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോവുകയാണ് അയാൾ ചെയ്യേണ്ടത്. അയാൾ ജനങ്ങളോട് പറയേണ്ടത് ഭരണഘടനയാണോ ക്രിമിനൽ നിയമങ്ങളാണോ അയാളെ നയിക്കുന്നത്, അതോ മത നേതാക്കന്മാരുടെ ഫത്വയാണ് എന്നാണ് തീരുമാനിക്കേണ്ടത്. ഇത് ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു വോട്ടിന് വേണ്ടിയിട്ടുള്ളൊരു കളിയാണ്. ഇവിടെ ഹസ്കർ എന്താണ് പറഞ്ഞത്? ഹസ്കർ പാവം വന്നിരുന്നിട്ട് പിന്നെ തിയറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹസ്കറിനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചാനലുകളിലെല്ലാം കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് പിന്നെ സമയമില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ CPMൻ്റെ പിന്നെ AK സെൻ്ററിൽ ആരും വരാത്തതുകൊണ്ട് ഹസ്കർ എല്ലായിടത്തും ഓടി ഇറങ്ങി നടക്കുന്നുണ്ട്. ഹസ്കർ അവിടെ നിന്ന് പറയുകയാണ് എന്താണ്, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന പാർട്ടിയാണ് CPM എന്ന്. എൻ്റെ പൊന്ന് ഹസ്കറെ, കൈ തൊടാതെ നിവർത്തിയില്ല. ആ നിലപാട് എന്നാ ഉണ്ടായിരുന്നു അറിയാമോ ഹസ്കറിന്? ആ നിലപാട് EMSഉം VSഉം ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള നിലപാടാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർത്തിട്ടാണ് 87-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത്. അതെല്ലാം കുടിച്ചു മൂടപ്പെട്ടു ഹസ്കറെ. ഹസ്കറിന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? പിണറായി വിജയൻ ഭരിക്കുന്ന ഈ പാർട്ടിയിൽ ഹസ്കർ വന്നിട്ട് പറയുകയാണ് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും ഇതുപോലെ വർഗീയതകളെ ഒരുപോലെ എതിർക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ ന്യൂനപക്ഷ വർഗീയത എതിർക്കുന്ന ഈ പാർട്ടി CAA വന്നപ്പോൾ മുസ്ലിങ്ങളുടെ പുറകെ പോയി, മറ്റേ ഏകീകൃത സിവിൽ കോഡ് വന്നപ്പോൾ മുസ്ലിങ്ങളുടെ പുറകെ പോയി, ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നപ്പോൾ മുസ്ലിങ്ങളുടെ പുറകെ പോയി. അങ്ങനെ മുസ്ലിങ്ങളുടെ പുറകെ ഈ ആട്ടുമുട്ടൻ്റെ പുറകെ ചെന്നായി ഇങ്ങനെ നമ്പി നടക്കുന്നത് പോലെ നടന്ന് അവസാനം എല്ലാ മതന്യൂനപക്ഷം പരിപൂർണമായി വിട്ടുപോയി എന്ന് കണ്ടപ്പോൾ സംഘപരിവാരം പറയുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള വർഗീയത പറഞ്ഞ് ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് പെട്ടിയിലിടാൻ പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്കറിനെ പോലെ ഒരു പാവപ്പെട്ട ആൾ വന്നിരുന്നിട്ട് ജനം ചാനലിൽ നിന്ന് പിന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന പാർട്ടിയാണ് CPM എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഹസ്കറെ ഞാൻ പറയുന്നത് ഹസ്കറിൻ്റെ മനസാക്ഷിയോട് ഹസ്കർ ഒന്ന് കൈവച്ചിട്ട് ചോദിക്കും. എനിക്ക് ഹസ്കറിനെ കുറിച്ച് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഹസ്കർ CPM കാരനാണെങ്കിൽ എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഹസ്കർ നെഞ്ചത്തൊന്ന് കൈവച്ചിട്ട് ചോദിക്കണം, ഇപ്പോൾ ഉള്ളത് ഇത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എതിർക്കുന്ന സമീപനമാണ് CPM. ഞാൻ അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. ഇപ്പം കസ്റ്റംസിന് എന്താണ് പണി എന്ന് ഹസ്കർ ചോദിക്കുന്നു. ഹസ്കർ അവിടെയും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഹസ്കർ ഒരു ലീഡിങ് അഡ്വക്കേറ്റാണ്. കുറച്ച് സമയം ഇതുപോലെ ചർച്ചകൾക്ക് മുമ്പ് പോകുമ്പോൾ ഉപയോഗിക്കണം. PV അൻവർ എന്ന് പറഞ്ഞ ഒരാൾ കുറേ നാളെ 1-2-3 ആഴ്ചയായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അയാൾ കളങ്കിതനാണെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ ആളാണ്. പക്ഷേ അയാൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്.
കസ്റ്റംസും പോലീസും കൂടെ ചേർന്ന് ഇവിടെ സ്വർണം പൊട്ടിക്കുന്നതും കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിവരങ്ങൾ പൊതുമണ്ഡലത്തിൽ കിടപ്പുണ്ട്. കസ്റ്റംസുകാർ കരിപ്പൂർ എയർപോർട്ടിൽ ഇരുന്ന് അവരുടെ ടെക്നോളജിയിൽ കൂടെ നോക്കുമ്പോൾ സ്വർണം അതിനകത്ത് കാണും. അവർ മിണ്ടില്ല. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ആ വിവരം പുറത്ത് നിൽക്കുന്ന സുജിത് ദാസിൻ്റെ പോലീസിന് കൊടുക്കും. പോലീസ് അത് പിടിക്കും. പോലീസ് അത് പിടിച്ചിട്ട് പോലീസ് കൊണ്ടുപോയി ഉരുക്കിയിട്ട് പകുതി പോലീസ് അടിച്ചെടുക്കും. ഇതൊക്കെ കേരളത്തിൽ ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യം. എന്താണ് ഹസ്കറിന് അറിയാൻ മേലാതെ വരുന്നത്? പോലീസ് സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആര് സ്വർണം പിടിച്ചാലും അതിൽ 15% ക്യാഷ് റിവാർഡുള്ളതാണ്. ആ റിവാർഡ് പോലും മേടിക്കാതെ ഈ അടിച്ചു മാറ്റുന്ന സ്വർണത്തിൽ പകുതിയും കൊണ്ട് പോവുകയാണ് കേരള പോലീസ്. നിങ്ങൾ പറഞ്ഞ കേരള പോലീസിൻ്റെ ആളുകൾ. അത് ഉരുക്കുന്ന ഉണ്ണി എന്ന് പറഞ്ഞൊരു അപ്രൈസർ, ആ ഉരുക്കുന്ന ഉണ്ണി എന്ന് പറഞ്ഞ അപ്രൈസറിൻ്റെ 4 കോടി രൂപയുടെ വീട് പിന്നെ അൻവർ കാണിച്ചു തന്നു. ആ സമയത്തൊന്നും ഹസ്കർ ചിലപ്പോൾ അത് കണ്ടു കാണില്ല. കാരണം ഹസ്കർ തിരക്കായതുകൊണ്ട് ചിലപ്പോൾ TV ചാനലിലായിരുന്നിരിക്കാം. പക്ഷേ ഇനിയെങ്കിലും ഒന്നെടുത്ത് നോക്കണം. അങ്ങനെ നോക്കിയില്ലെങ്കിൽ ഇതുപോലെ പരിഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് കസ്റ്റംസിന് എന്താണ് പണി എന്നൊക്കെ ചോദിക്കേണ്ടി വരും. സുജിത് ദാസ് കസ്റ്റംസിലായിരുന്നപ്പോൾ അയാളുടെ സുഹൃത്തുക്കളാണ് കരിപ്പൂർ എയർപോർട്ടിൽ ഇരിക്കുന്നത്. അത് സംബന്ധിച്ച് അൻവർ പറഞ്ഞ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ തീർത്തോളാം. 188 കേസുകൾ പോലീസ് പിടിച്ചു എന്നാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. 188 കേസുകൾ. ആ 188, അതായത് ഹസ്കർ പറഞ്ഞ കേരള പോലീസ് പിടിച്ച 188 കേസുകളിലെങ്കിലും ഒരു റീഇൻവെസ്റ്റിഗേഷന് ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ തയ്യാറാണോ എന്നാണ് PV അൻവർ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. പോലീസ് പിടിച്ച, ഇപ്പോൾ ഹസ്കർ പറഞ്ഞ കേരളത്തിലെ പോലീസ് ഉണ്ടല്ലോ, ആ പോലീസ് പിടിച്ച 188 കേസുകളിലെങ്കിലും, സ്വർണം പിടിച്ച 188 കേസുകളിലെങ്കിലും ഒരു റീഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ശരിയായ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ തയ്യാറാകുമോ എന്നുള്ള അൻവറിൻ്റെ വെല്ലുവിളി വന്നിട്ട് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം എന്നൊരക്ഷരം കേരളത്തിൽ ഇരട്ടച്ചങ്കം മിണ്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, അവരുടേതായിട്ടുള്ള തീരുമാനത്തിലെത്തുന്നുണ്ട്. KT ജലീൽ ഇതുപോലുള്ള വൃത്തികേട് വിടുവായത്തരം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. അയാളൊരു വിടുവായത്തരം സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾക്ക് ഒരു നിലപാടുമില്ല. അയാൾ ഓരോ ദിവസം രാവും പോലും നിലപാട് മാറും. 4 ദിവസം മുമ്പാണ് അൻവറിന് അനുകൂലമായി പറഞ്ഞത്, ഇപ്പോൾ പിണറായിക്ക് അനുകൂലമായി പറയുന്നു. ഇന്നിപ്പം ADGP അജിത് കുമാറിനെതിരായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രാവിലെ നിറം കറുപ്പാണെങ്കിൽ വൈകിട്ട് നിറം ചുവപ്പും പിറ്റേ ദിവസം രാവിലെ വെളുപ്പും പിന്നെ പച്ചയൊക്കെ ആകുന്ന ആളാണ്. അയാൾ അങ്ങനെ ഒന്ന് പറയട്ടെ. പക്ഷേ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾ ഇതുപോലുള്ള വിടുവായത്തരം പറയുമ്പോൾ അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് സാധാരണ പാർട്ടി അണികളും ജനങ്ങളും വിശ്വസിക്കും എന്ന് മാത്രമേ എനിക്ക് പ്രാഥമികമായി ഹസ്കർ എന്ന് പറയുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. യെസ്, ശ്രീ ഒ അബ്ദുള്ള, മതവിധി മതിയോ? മതവിധി കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണോ ഈ സ്വർണ്ണക്കടത്ത്? മതവിധി മാത്രമാണ് പരിഹാരമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ലല്ലോ. മറ്റ് പലതും നമ്മൾ പറയുന്നുണ്ടല്ലോ, മറ്റൊരു ചികിത്സകൾ ഫലിക്കാതെ വരുമ്പോൾ കാണുന്നില്ലായി എന്ന്. പല രീതിയിലും നമ്മൾ ഈ കള്ളക്കടത്തിന് തടയാൻ വേണ്ടി ശ്രമിക്കണം. അക്കൂട്ടത്തിൽ മതനേതാക്കളും ഇടപെട്ട് ഈ രീതിയിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥക്ക് തകരാറുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടരുത് എന്ന് ഉപദേശിക്കണം എന്ന് പറയുന്നത് അത്രയും വലിയൊരു പാപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ആൾക്കാരോട് നിങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളോടും സഹകരിക്കണം. ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കൂടി അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ നമ്മുടെ പേര് അതിൽ വരുന്നത് വളരെ മോശമാണ്. ഒരു ചീത്തപ്പേര് സമുദായത്തിൻ്റെ പേരിൽ ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് അതിന് മാറി നിൽക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇത്രത്തോളം വലിയ ഒരു അന്തിച്ചർച്ചയ്ക്ക് വിധേയമാക്കുകയും മുസ്ലിങ്ങൾക്ക് ഇത് കുറ്റകൃത്യമാണെന്ന് അറിയില്ല, അതുകൊണ്ടാണോ ഇങ്ങനെ കള്ളക്കടത്തുമായിട്ട് നിർബാധം മുന്നോട്ട് പോകുന്നതാണോ? മുസ്ലിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അവബോധമില്ലേ? ബാക്കി എല്ലാ കാര്യങ്ങളിലും നല്ല അവബോധം ഉണ്ടല്ലോ. ഈ കള്ളക്കടത്ത് അതുപോലെ സ്വർണ്ണക്കടത്ത്, സ്വർണ്ണക്കടത്തൊക്കെ കുറ്റകൃത്യമല്ല എന്നിപ്പോ ഗോവിന്ദൻ കരുതുന്ന പോലെ നമ്മളും കരുതണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പിന്നെ പറയാൻ വയ്ക്കുമെങ്കിൽ ഞാൻ മാത്രം പറയട്ടെ. പറഞ്ഞോ. താങ്കൾ ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ സംസാരത്തിൽ ഒഴുക്ക് പോകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇടപെട്ടോട് ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ പോയി. അതായത് മതപരമായ ഇതിൽ 2 ആസ്പെക്റ്റ് ഉണ്ട്. അതായത് കള്ളക്കടത്ത് എന്നുള്ള വാക്കിനെ തെറ്റാ, നികുതി വെട്ടിച്ച് കൊണ്ടുവരിക എന്നതിന് അർത്ഥമുള്ളൂ.
നികുതി വെട്ടിക്കപ്പെടുന്നതായ ആൾക്കാരെ പറ്റി നമ്മൾ ഇത്രത്തോളം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അനേക കോടികൾ, ചില ഗുജറാത്തി അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്താ നീരജ് മോഡി എന്നോ ദളിത് മോഡി എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പറ്റി എത്ര കോടികളാണ് അവർ ഇവിടുന്ന് തട്ടിപ്പ് നടത്തിയിട്ട് ഇന്ത്യയിൽ നിന്ന് മുങ്ങിക്കളഞ്ഞത്. എന്താ നമ്മൾ എന്തെങ്കിലും അത് ചർച്ച ചെയ്തിട്ടുണ്ടോ? 10-28 ഗുജറാത്തികൾ ഇന്ത്യക്കാർക്ക് വീതം വെക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ലക്ഷങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള അത്രയും കോടികൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇതേതെങ്കിലും പാവപ്പെട്ട മലയാളികൾ ഏതെങ്കിലും അറബിയുടെ വീട്ടിൽ ഒട്ടകത്തിന് കറന്നുകൊണ്ടോ അടുക്കള വൃത്തിയാക്കിക്കൊണ്ടോ അറബി പെണ്ണുങ്ങൾ തുപ്പലും തൊക്കത്തെ അതൊക്കെ എനിക്കറിയാം. ഞാനവിടെ കുറെ കൊല്ലം ജീവിച്ചവനാ. ഞാൻ എംബസി ജോലി ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ചെറുപ്പക്കാരൻ, കണ്ണൂർക്കാരൻ, എന്തൊരു ബോഡിന്നാ. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കയറ്റി വെച്ച് തരണം. എൻ്റെ അറബാബിൻ്റെ പെണ്ണിൻ്റെ മേല് സ്ഥിരമായി തുപ്പുന്നു മുഖത്ത്. ഞാൻ ചോദിച്ചു ഒന്നര കൊടുത്തൂടെ? ഞാനതൊരിക്കലും അങ്ങ് പറഞ്ഞു പോയതാ. മുഖത്തേക്ക് തുപ്പ ഈ ചെറുപ്പക്കാരനെ. പിറ്റേന്നുണ്ട് ഇയാളിങ്ങനെ വരുന്നത്. ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ചെയ്തു. ആ സ്ത്രീനെ മുഖത്തേക്ക് ഞാൻ അടിച്ചു പറയും. പിന്നെ അവനെ രക്ഷിക്കൽ എൻ്റെ ജോലിയായി. ഞാൻ രക്ഷിച്ചു, കപ്പലിൽ കയറ്റി വിട്ടു. അപ്പം ഇങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ അവിടെ ഗൾഫ് മാർക്കറ്റിൽ ചില സാധനങ്ങൾ കിട്ടും. അത് വാങ്ങിപ്പോരുമ്പോൾ ഇവിടെ കസ്റ്റംസുകാരുടെ ദൃഷ്ടിപ്പെടുകയാണെങ്കിൽ അവരത് പിടിച്ചെടുക്കും, അല്ലെങ്കിൽ പിന്നെ കണ്ടുകെട്ടും, പലതും ചെയ്യും. അതിൻ്റെ വിശദാംശത്തിലൊക്കെ പോകണില്ല. ഇതാണ് നമ്മളിപ്പോൾ വലിയ കാര്യമായിട്ട് കള്ളക്കടത്ത് എന്നൊക്കെ പറയും. അവിടുന്ന് കട്ടുകൊണ്ടല്ലത് ഗൾഫ് മാർക്കറ്റിൽ പൈസ കൊടുത്ത് വാങ്ങുക. അതിനെങ്ങനെ കള്ളക്കടത്ത് എന്നറിയാം? ആ വാക്കാണ് എനിക്ക് യോജിപ്പില്ല. നികുതി വെട്ടിപ്പ്. അങ്ങനെ നികുതി വെട്ടിപ്പാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ ചില ഗുജറാത്തികൾ, ഈ നീരജ് മോഡിയും മറ്റേ ദളിത് മോഡി മുതലായ ആൾക്കാർ എത്ര കോടികളാണ് ഇവിടുന്ന് ഇതാക്കിയത്. അംബാനിമാരും അദാനിമാരും ഒക്കെ എത്ര നികുതി അടക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണോ, ശരിയായ പരിശോധന നടക്കുന്നുണ്ടോ ഒക്കെ ഉള്ളത് വേറെ കാര്യമാണ്. ഇതാണ് ഇതിലെ ഈ വിഷയത്തിൽ ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ മുൻഗാമികൾ പറഞ്ഞു, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. ഇത് ബുദ്ധിയുള്ള പലരും ഇന്ത്യയിൽ പലപ്പോഴും ഗണ്ണിച്ചതാണ്. കാരണം എന്താ? ന്യൂനപക്ഷങ്ങൾ തുള്ളിയാൽ എത്ര എന്നുള്ളത് കണക്കില്ലേ. ഇന്ത്യയിൽ ആകെ കശ്മീർ കഴിഞ്ഞാലും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം. ഈ മലപ്പുറത്ത് നിന്ന് ഒരാൾ പാർലമെൻറ്റിലെത്തിയാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭൂരിപക്ഷ വർഗീയത എങ്ങാനും ശക്തിപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ അവർക്ക് പാർലമെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവർ ഇന്ത്യൻ ഭരണ ഇവർ ബങ്കടിച്ച്, അങ്ങനെ ഒരു തരം ബങ്കടിച്ച് ചെയ്യതാണെന്ന് പറഞ്ഞത് ഇതിൻ്റെ നേതാവാണല്ലോ. ഭരണഘടന ഞങ്ങൾ ചുട്ടുകരിക്കും, അത് പിന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നതല്ല എന്ന് പറഞ്ഞത് ആരാ? RSSൻ്റെ തലവനാണ്. ഈ രീതിയിൽ ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ കഴിവുള്ള ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾക്ക് ഈ തൊഴിൽ മേഖലയിൽ ഞങ്ങൾക്ക് സമുദായത്തിന് അവകാശപ്പെട്ടത് കിട്ടണം, അല്ലെങ്കിൽ ഒരു അറബി മനുഷ്യൻ നിശ്ചയിച്ചു തരണം എന്ന് പറയാനും മാത്രം കഴിവുള്ള, അതിന് മാത്രം നട്ടലുള്ളതായ ഒരു മുസ്ലിം സംഘടന. അവർക്ക് പാർലമെൻറ്റിൽ കവിഞ്ഞാൽ അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞ മാതിരി ഇസ്മായിൽ സേട്ടിനെ പറ്റി ഒരാൾ ഇവിടുന്ന് വരാറുണ്ട് കേരളത്തിൽ നിന്ന്. അയാൾ അവിടെ ആ പാർലമെൻറ്റിൻ്റെ ലോകസഭേൻ്റെ മൂലയിൽ നിന്ന് എന്തോ പറയുന്നത് കേൾക്കാം. ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള കഴിവേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ആളെ. കാശ്മീരിൽ നിന്ന് കൂടി കൂട്ടിയിടക്കി കവിഞ്ഞാൽ 5 ആളെ. അപ്പോൾ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെയല്ല. ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് അങ്ങേയറ്റം ഹാംഫുള്ളാണ്. ഈ രാജ്യത്തിൻ്റെ പൊതു സ്വഭാവത്തെ തന്നെ മാറ്റി അട്ടിമറിക്കാൻ അവർക്ക് കഴിയും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ മതന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കാക്കുക എന്നാണ് വേറെ ഒന്ന് പറയുന്നത്. എന്താ ഭൂരിപക്ഷ വർഗീയതയെ വോട്ട് ബാങ്കാക്കുന്നതിനെ പറ്റി പറയാത്തത്? BJP അടക്കമുള്ള സംഘപരിവാറുകൾ ഹിന്ദു മിത്തോളജിയും അതുപോലുള്ളതും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് പല രീതിയിലും ശ്രീരാമനിലേക്കും ശ്രീകൃഷ്ണനിലേക്കും ഇന്ത്യൻ പാരമ്പര്യത്തിലേക്കും മറ്റു പലതിലേക്കും നമ്മളൊക്കെ ആദരിക്കുന്നതായ ആ സംഗതികളിലേക്ക് ആ സമൂഹത്തെ നയിച്ചുകൊണ്ട് അതിലിപ്പോൾ പശു വിശുദ്ധ പശുവാകുന്നത്, പശുവിന് ഈ കാണുന്ന പ്രാധാന്യം കിട്ടുന്നത് എങ്ങനെയാണ്? അതെല്ലാം ഇത്തരത്തിലുള്ളതായ ചില മിത്തുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ എത്രയും ആവാം, അതിന് തിരക്കില്ല. പക്ഷേ ന്യൂനപക്ഷ വർഗീയതയോട് അത് രണ്ടും ഒരുപോലെ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ എന്താ പറയേണ്ടത്, ആളുകളെ വിഡ്ഢികളാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയും. ഓക്കെ, കേട ഫ്ലോപ്പ് ഉണ്ടാകുന്ന വിചാരിച്ചാൽ ഞാൻ ഇടപെടാതിരുന്നത്. യുവരാജ്, മലപ്പുറത്തെ മുസ്ലിങ്ങളെപ്പോലെ, മുസ്ലിങ്ങളിൽ വളരെ ചെറിയൊരു ശതമാനം, അവരെപ്പോലെ നീരവ് മോദി കള്ളക്കടത്ത് നടത്തിയിട്ടില്ല, സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടില്ല. അദ്ദേഹം ബാങ്കിൽ നിന്ന് കുറേ ലോൺ എടുത്തു, അത് തിരിച്ചടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ ബഹുഭൂരിപക്ഷവും കണ്ടെടുത്തു എന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. യുവരാജ്, നോക്കൂ, ഇവിടെ ഇത് പാവപ്പെട്ടവർ നടത്തുന്ന ഒരു 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 സംഭവമായിട്ട് മാത്രം കള്ളക്കടത്തിനെ കണ്ടാൽ മതി എന്നാണ്
ഒ അബ്ദുള്ളയെ പോലെ ഇത്രയും പരിണതപ്രജ്ഞനായിട്ടുള്ള വളരെ മുതിർന്ന ഒരു പൗരൻ, ആ സമുദായത്തിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ഒരു പൗരൻ പറയുന്നത്? അല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്കറിയില്ല ഞാൻ പ്രതികരിക്കണമെന്ന്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കപ്പെടേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം 4-5 എംപിമാരെ മാത്രമേ പാർലമെൻറ്റിലേക്ക് അയക്കുവാനുള്ള ശേഷിയുള്ളൂ പരമാവധി, അതുകൊണ്ട് അതിനെ ഭയക്കേണ്ടതില്ല എന്നാണ്. ശ്രീ ഒ അബ്ദുള്ളയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കശ്മീരിൽ മാത്രമാണ് മുസ്ലിം സമുദായത്തിന് ഒരു വലിയ മേൽക്കൈ ഉള്ളത്. പിന്നെ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് അത്രയും വലിയൊരു മേൽക്കൈ വരുന്നത്. ബാക്കി അങ്ങനെ സംസ്ഥാന അടിസ്ഥാനത്തിലൊന്നുമില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് അവിടുത്തെ തദ്ദേശീയരായ ജനതയ്ക്ക് ജീവൻ ഭയന്ന് രാത്രിക്ക് രാമായണം ഓടേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ കശ്മീരിൽ നിന്ന് തന്നെയാണെന്നുള്ള കാര്യം അങ്ങേ വിനീതമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. റലീവ് ഗലീവ് ചലീവ് എന്ന് പറഞ്ഞ് കശ്മീരിലുണ്ടായിരുന്ന ഹിന്ദു സമുദായം ന്യൂനപക്ഷമായപ്പോൾ അവിടെ നിന്ന് രാത്രിക്ക് രാമായണം ജീവനും കയ്യിൽ പിടിച്ച് കയ്യിൽ കിട്ടിയതും എടുത്ത് ഒരു സമൂഹം പലായനം ചെയ്യേണ്ടി വന്നത് 100-150 വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല. ഞാനും താങ്കളും ഒക്കെ ജീവിച്ചിരിക്കുന്ന ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്. വെറും 10-30 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം സംഭവിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അങ്ങ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അങ്ങ് വൈറ്റ് വാഷ് ചെയ്ത് പോകുമെന്നും വേണ്ട. നമുക്കറിയാം നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അതിൻ്റെ മറ്റൊരു വകഭേദം ഇപ്പോൾ പല രീതിയിൽ കണ്ടുവരുന്നുണ്ട്. പ്രത്യേക ജില്ല, 2 ജില്ല, ഇനി അത് പ്രത്യേക സംസ്ഥാനമാവും. അപ്പോൾ വീണ്ടും റലീവ് ഗലീവ് ചലീവ് അവിടെ ഉയരുമോ ഞങ്ങൾക്കറിയില്ല. നമുക്കത് കാത്തിരുന്ന് കാണേണ്ടുന്ന ഒന്നാണ്. അങ്ങ് വെറുതെ ഞങ്ങളുടെ വായിൽ കോലിട്ട് കുത്തി ഇതൊന്നും പറയിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. നാട്ടിലൊരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്, അതങ്ങനെ നിലനിന്ന് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അതിനെ വെറുതെ കയറി ഞങ്ങളുടെ മുറിവിൽ എരിവ് പുരട്ടാൻ വേണ്ടിയിട്ട് വരരുത്. 1. 2, അങ്ങ് പറഞ്ഞു എന്താണ് ഈ പറയുന്ന നികുതി വെട്ടിപ്പ് മാത്രമാണ് എന്നാണ് അങ്ങ് പറയുന്നത്. ഇതെങ്ങനെയാണ് സാർ നികുതി വെട്ടിപ്പ് മാത്രമായിട്ട് മാറുന്നത്? ഇപ്പോൾ ശ്രീ അനിൽ നമ്പ്യാർ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീരവ് മോദിയുടെ കേസ്, ലളിത് മോദിയുടെ കേസ്, ഇവരെല്ലാവരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ അടയ്ക്കാതെ ഇവർ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലോണൊക്കെ ആരുടെ കാലഘട്ടത്തിൽ കൊടുത്തതാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഒരുപാട് തവണ സംസാരിച്ച കാര്യമാണ്. ഈ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തതായിട്ടുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും. അത് ചെറിയ 1 ലക്ഷം രൂപയുടെ ലോണ് മുതൽ കോടിക്കണക്കിന് രൂപയുടെ ലോൺ വരെ വരുന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ലോണുകൾ എടുക്കുക, ലോൺ എടുക്കാതെ അടയ്ക്കുക. പലരും മനഃപൂർവ്വമായിരിക്കില്ല, ചിലർ മനഃപൂർവ്വമായിരിക്കും, ചിലർ മുങ്ങാം എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കും, ചിലർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ ഗൾഫിൽ നിന്ന് ചില സാധാരണക്കാർ വരുന്ന സമയത്ത് ഒരു നിശ്ചിത അളവിൽ കൂടുതലുള്ള സ്വർണം കൊണ്ടുവരുമ്പോൾ പോക്കറ്റിൽ ഇട്ടിട്ടും ചിലപ്പോൾ അതിനകത്ത് ഗ്രാമ് തെറ്റിച്ച് പറഞ്ഞും ഒക്കെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ ഈ പറയുന്ന നികുതി വെട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും സമ്മതിച്ചു തരാം. കാരണം അവരെ പോലുള്ളവരെ കരുതിയിട്ടാണ് ഈ കസ്റ്റംസിൻ്റെ നിയമത്തിനെ അത്രയും ലഘൂകരിച്ച് വെച്ചിരിക്കുന്നത്. കാരണം അവരെ കള്ളക്കടത്തുകാരായിട്ട് ചിത്രീകരിക്കേണ്ട എന്നുള്ളത്. ഇത് സ്വർണത്തിനെ ഉരുക്കി ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി തങ്ങളുടെ ഗുഹ്യഭാഗങ്ങളിൽ ഒളിപ്പിച്ച് അതും കിലോ കണക്കിന് സ്വർണം കടത്തിക്കൊണ്ട് വരുന്നത് നികുതി വെട്ടിപ്പാകുന്നത് എങ്ങനെയാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് നികുതി വെട്ടിപ്പാണോ? ഇതിനെയാണ് നമ്മൾ കള്ളക്കടത്ത് എന്ന് പറയുന്നത്. ഇത് നികുതി വെട്ടിപ്പല്ല. ഇത് ബോധപൂർവമായിട്ട് ഒരു വസ്തുവിനെ മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതാണ്. അതിനവർ പണിയെടുക്കുന്നുണ്ട്, അവർ ആ സ്വർണത്തിനെ ഉരുക്കുന്നുണ്ട്. ആ സ്വർണ്ണം എങ്കിൽ പിന്നെ നാളെ മുതൽ ഇവിടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്തിക്കൊണ്ട് വരുന്നവരെല്ലാവരും അയ്യോ പാവം കുറച്ച് നികുതി വെട്ടിക്കാൻ വന്നതാണെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വലിയ വലിയ സൂട്ട് കേസുകളിലും അല്ലെങ്കിൽ കണ്ടെയ്നറുകളിലും ഒക്കെ ആക്കി കടത്തുമ്പോൾ പാവം കുറച്ച് പേര് നികുതി വെട്ടിക്കുന്നവരാ പാവം എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അവർ കള്ളക്കടത്തുകാരായില്ലല്ലോ. അതെങ്ങനെ ഗോൾഡ് സ്മഗ്ലിംഗ് എന്നുള്ള വാക്ക് തന്നെ അപ്പോൾ തെറ്റായി മാറില്ലേ നമുക്ക്? താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? ഈ വൈറ്റ് വാഷ് അടിക്കുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ്, വളരെ നിഷ്കളങ്കമായി അത് ചെയ്യുന്നതിനെ ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അവിടെ ഒട്ടകത്തിനെ കറക്കാൻ പോകുന്നവരെയും ഈ പറയുന്ന അറബി സ്ത്രീകളുടെ പാവാട അലക്കാൻ പോകുന്നവരെ, ഇപ്പോൾ ഇത്തരം ആൾക്കാരെ എല്ലാവരെയും ഷീൽഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ വലിയൊരു ക്രൈമിനെ അല്ലെങ്കിൽ വലിയൊരു ഓർഗനൈസ്ഡ് ക്രൈമിനെ കയറിയിട്ട് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. കാരണം അത് നിങ്ങൾ ആ മുന്നിൽ നിർത്തിയിരിക്കുന്ന പാവങ്ങളോടുകൂടി കാണിക്കുന്ന ഒരു വലിയ അനീതിയാണ് എന്ന് മാത്രമേ എനിക്ക് താങ്കളോട് ആ വിഷയത്തിൽ പറയാനുള്ളൂ. പിന്നെ ശ്രീ ഹസ്കർ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്കതിപ്പോഴും മനസ്സിലാകുന്നില്ല സാർ. താങ്കളെ പോലെ ഞാൻ അത്യാവശ്യം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡിബേറ്ററാണ് താങ്കളെ പോലെ ഒരാൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് അടയ്ക്കുന്നത് തെറ്റാണ് എന്ന് അവർ കരുതുന്നു.
ചുങ്കം കൊടുക്കുന്നത് തെറ്റാണ് എന്ന് അവർ കരുതുന്നു. അപ്പോൾ അത് തെറ്റല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മതപരമായ ഇതെന്താണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷം പിന്നിടുകയാണ്. ഈ 75 വർഷം പിന്നിടുന്നതിൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ലിറ്ററേറ്റഡ് ആയിട്ടുള്ള മുസ്ലിംസ് ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. കേരളത്തിൽ ഏറ്റവും അധികം SSLC ആൾക്കാർ പാസ്സാവുന്ന ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയാണ്. അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുക, സംസ്ഥാനത്തിൽ ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് അത് തെറ്റാണ് എന്നാണ് അവരുടെ ബോധം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോധത്തിനെ ഇനി നമുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുല്ലാക്കന്മാർ വന്ന് പറഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അപ്പോൾ ഇവരുടെ ഈ ബോധം എവിടെ നിന്നാണ് ഡെവലപ്പ് ആയിരിക്കുന്നത്? താങ്കൾ പറഞ്ഞു മുസ്ലിങ്ങളുടെ ബോധം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മതബോധത്തിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടായിരിക്കുന്നത്. ഈ മതബോധത്തിൽ നിന്നുണ്ടായ സാധനം ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗ്രന്ഥമാണ്. അതിന് മുകളിലേക്കോ അതിന് താഴേക്കോ മറ്റൊരു ഗ്രന്ഥം ഇല്ല എന്നുള്ളതാണ്. ഇതാണ് അൾട്ടിമേറ്റ്. അന്ത്യപ്രവാചകൻ പറഞ്ഞതാണ്. ഇനി ഇതിനും ഇപ്പൊ ചില മതപണ്ഡിതന്മാർ പോലും ചില കാര്യങ്ങൾ പുരോഗമനപരമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നതല്ല, ഖുറാനും ഹദീസും ഒക്കെയാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തുള്ള എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന മോഡറേറ്റ് ആയിട്ടുള്ള ക്ലറിക്സിനെ പോലും തള്ളിക്കളയുന്നത്. അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മതബോധം, അതായത് ഈ ഇതിൽ നിന്നുണ്ടായിരിക്കുന്ന അവരുടെ മതവേദ പുസ്തകത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ആ മതബോധം, താങ്കൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല കേട്ടോ, അവരുടെ മതബോധം കാരണമാണ് അവർ ടാക്സ് കൊടുക്കുന്ന തെറ്റാണെന്ന് വിശ്വസിക്കുന്നതെന്നാണ് അങ്ങ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഈ മതബോധത്തിനെ അവർ മാറ്റും എന്നാണോ അങ്ങ് പറയുന്നത്? അതോ അവർ വീണ്ടും ഇതിനെ എടുത്തു വെച്ചിട്ട് തർക്കിച്ചിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു തലത്തിലൊരു കൺക്ലൂഷനിലേക്ക് അവരെത്തും എന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ തന്നെ അതിനകത്ത് സെൽഫ് ഗോൾ അടിക്കുകയാണ്. അത് നിങ്ങളെ തന്നെ കൂടുതൽ അപകടത്തിലാക്കേ ഉള്ളൂ എന്ന് അങ്ങനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അഡ്വക്കേറ്റ് അസ്ക, ഒരു വിശദീകരണം ഈ വിഷയത്തിലായ നല്ലത്. മറ്റൊരു കാര്യം, ഈ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഈ കള്ളക്കടത്തിൻ്റെ, ഒരു മിനിറ്റ്, കള്ളക്കടത്തിൻ്റെ തോതറിയാം, അതിൻ്റെ വ്യാപ്തി നന്നായിട്ടറിയാം. പക്ഷേ എങ്കിലും മാറി മാറി വന്ന സർക്കാരുകൾ അനങ്ങാതിരിക്കുക. അതേപോലെ തന്നെയാണ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ICC റിക്രൂട്ട്മെൻ്റ് അടക്കം അത് സംസ്ഥാന സർക്കാരിനറിയാം. പക്ഷേ NIA പോലുള്ള ഏജൻസികൾ വന്നപ്പോഴാണല്ലോ അതൊക്കെ അംഗീകരിച്ചു കൊടുത്തത്. കേരള പോലീസ് അത്ര മോശമാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വോട്ട് ബാങ്ക് ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനെല്ലാം മൗനാനുവാദം നൽകിയത്, ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിച്ചത്. ശരിയല്ലേ? അല്ല, ഞാൻ ആ ചോദ്യത്തിൽ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് ശ്രീ യുവരാജ് ഗോകുൽ അവതരിപ്പിച്ച ഒരു സംശയം, ആ സംശയം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചിന്തകൾക്ക് നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് അഥവാ പലിശ നൽകുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ടാക്സേഷൻ, ചുങ്കം നൽകുക എന്ന് പറയുന്നതും നിഷിദ്ധമാണെന്ന് കരുതുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇസ്ലാം മതം അനുശാസിക്കുന്നതും അതിൽ ഒരു തരത്തിലുള്ള പലിശയും വാങ്ങാനും കൊടുക്കാനും പാടില്ല എന്നും പങ്കാളിത്ത നിക്ഷേപത്തിലൂടെ പങ്കാളിത്ത വിനിമയം നടത്തി പണം സ്വരൂപിക്കണം എന്നും കരുതുന്ന ഒരു സമുദായമാണ് ഇസ്ലാമിക സമുദായം. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യക്തി നിയമങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നതുമാണ്. ആ വ്യക്തി നിയമങ്ങൾ അനുശാസിക്കുന്നത്, ഇപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ജീവിക്കുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിക വ്യക്തി നിയമത്തെ ഇല്ലാതാക്കുകയും ഇസ്ലാമിക വ്യക്തി നിയമത്തിൽ നിന്ന് വ്യതിരിക്തമായി രാജ്യത്തെ നിയമം പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് രാജ്യം പോലും ഭരണഘടന പോലും അംഗീകരിച്ചതാണ് ഇസ്ലാമിക വ്യക്തി നിയമം. അപ്പൊ സ്വാഭാവികമായും ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ചുങ്കം കൊടുക്കുന്നത് ഇത് ചുങ്കം വെട്ടിപ്പാണ്. ഇതിൽ നിങ്ങൾ കരുതുന്നത് കള്ളക്കടത്ത് എന്ന് തന്നെ അത് ദേശവിരുദ്ധ പ്രവൃത്തി തന്നെയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കുന്ന ഏതു പ്രവൃത്തിയും ദേശവിരുദ്ധ പ്രവൃത്തിയായി കാണാൻ ആഗ്രഹിക്കുകയും അങ്ങനെ കാണണമെന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതൊരു ദേശവിരുദ്ധ പ്രവൃത്തിയായി തന്നെ കാണാം. പക്ഷേ ഇതിൽ അടിസ്ഥാന പ്രമാണം അവരുടെ ചിന്തകളിൽ വന്നിട്ടുള്ള പിശക് എന്ന് പറയുന്നത് ഇത് ടാക്സ് ഇവേഷൻ മാത്രമാണ്. അങ്ങനെ ടാക്സ് ഇവേഷൻ നടത്തുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ലാത്തത് കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സ്വർണം അത് ഒളിച്ചു കടത്തി ഇവിടെ കൊണ്ടുവന്ന് കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നത് വഴി ടാക്സ് ഇനത്തിൽ അടയ്ക്കപ്പെടേണ്ട തുക അടയ്ക്കാതിരിക്കുന്നത് വഴി അതൊരു നിഷിദ്ധമല്ല, അത് നിയമവിരുദ്ധമാണെങ്കിലും ഇസ്ലാമികപരമായി നിഷിദ്ധമല്ലെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്തത് കൊണ്ടാണ്
സ്വാഭാവികമായി പലിശ ഇസ്ലാം വിരുദ്ധമെന്ന് കരുതുന്നത് പോലെ നമുക്ക് യുവരാജ് അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. ഭാസ്കർ, ഒരു ചോദ്യം യുവരാജിന് ഒരു കാര്യം അറിയാനുണ്ട്. ഒരു രണ്ട് കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചാലും നമ്മളൊരു സോപ്പ് വാങ്ങിച്ചാലും നമ്മൾ അതിനൊക്കെ ഒരു ടാക്സ് കൊടുക്കുന്നുണ്ട് ഈ നാട്ടിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികം അപ്പൊ ഇവരിത് കൊടുക്കുന്നുണ്ടാവില്ല, ഇവരിതൊക്കെ മോഷ്ടിച്ചോണ്ട് പോവുകയാണോ കടകളിൽ നിന്ന്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, സൗദി അറേബ്യയിൽ 15% വാറ്റ് ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. വാല്യൂ ആഡഡ് ടാക്സ് 15% സൗദി അറേബ്യയിലുണ്ട്. ഇസ്ലാം എവിടെയാണോ പിറന്നത് അവിടെ 15% ടാക്സ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഇതിന് മേല്. അപ്പൊ ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് എന്ത് നിയമമാണ്? അതല്ല ഇതില് ഇസ്ലാമിക തിയോളജിയിൽ നിശ്ചയമായും പലിശയെ സംബന്ധിച്ചും ടാക്സിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മറ്റ് സാമൂഹികമായ പുരോഗമന ചിന്തകളുള്ള സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റത്തിനനുസരിച്ച് മാറ്റം വന്നിട്ടില്ല. പലിശ ഇപ്പൊ ഉദാഹരണത്തിന് പലിശയുടെ കാര്യം തന്നെ എടുക്കും. നിങ്ങൾ അന്വേഷിച്ച് നോക്കും, കേരളത്തിലെ പലിശ ഹറാമാണ്, അതെനിക്ക് ഞാൻ വിവിധ ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപമുള്ള വാങ്ങുന്നില്ല, എനിക്കറിയാം. വാങ്ങാതിരിക്കുകയും അതുപോലെ എടുക്കുന്നില്ല, എനിക്കറിയാം. ഇല്ല, പലിശ വാങ്ങാതെയും പലിശ കൊടുക്കാതെയും അതെനിക്കറിയാം, അത് ഞാൻ അംഗീകരിക്കുന്നു, അത് ഞാൻ 100% എഗ്രി ചെയ്യുന്നു. എനിക്കറിയാം സേവിങ്സിൽ പോലും അവര് ടാക്സ് മേടിക്കുന്നില്ല, ഇൻട്രസ്റ്റ് മേടിക്കുന്നില്ല. പലിശ ഹറാമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ചെയ്യുന്നില്ല. നിയമവിരുദ്ധമല്ലാത്തത് കൊണ്ട് നിർബന്ധമായി നിങ്ങൾ ടാക്സ് വാങ്ങണമെന്ന് പറയാനും പറ്റില്ല. അപ്പൊ അത് പക്ഷേ ഈ ടാക്സിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ, ഇൻട്രസ്റ്റിന്റെ കാര്യത്തിലാണ്, ടാക്സിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ മറ്റൊരു കാഴ്ചപ്പാടാണ്. നമ്മൾ എല്ലാവരും ഓരോ നിമിഷവും വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഇസ്ലാമിക ചിന്തകളിൽ, ഈ ഇസ്ലാമിക് തിയോളജിയിൽ ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ളത്, അത് ഏത് തരത്തിലുള്ള ടാക്സും നിശ്ചയിക്കപ്പെടരുത് എന്നും പങ്കാളിത്ത വിനിമയത്തിലൂന്നിയ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുത്തണം എന്നുള്ളതുമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ സ്വാഭാവികമായും ടാക്സേഷൻ എന്ന് പറയുന്നത്, അങ്ങനെ ടാക്സ് ഇവേഷനിലൂടെ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് അതൊരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണ്. അതെ, ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് നിശ്ചയമായും അങ്ങ് പറഞ്ഞത്. പിന്നെ മാത്രമല്ല ഹസ്കർ, താങ്കൾ ഇവിടെ ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞതിനേക്കാളും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിനേക്കാളും വലിയൊരു ഗുരുതരമായ കാര്യം താങ്കൾ പറഞ്ഞു. മറ്റ് പുരോഗമനപരമായ രാജ്യങ്ങൾക്കൊപ്പം എന്താണ് ഇസ്ലാമിക മനസ്സെത്തിയിട്ടില്ല. അതെന്താണ് താങ്കൾ അതിൽ ഉദ്ദേശിച്ചത്? പുരോഗമിച്ചിട്ടില്ല എന്നാണോ പറഞ്ഞത്? നിങ്ങൾ ഇടതുപക്ഷക്കാർ ഉരുണ്ടുരുണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനല്ല ഇപ്പൊ ടാക്സ് ഇവേഷൻ നടത്തുന്നത് പുരോഗമന ചിന്തയാണോ? മുസ്ലിങ്ങൾ ടാക്സ് കൊടുക്കുന്ന ഒരു വിഭാഗമില്ല. അല്ല, ഞാൻ ഹസ്കറെ, എന്റെ സാറേ, എന്താ ഇത്? ലോകത്തേതാ? അല്ല, ടാക്സ് ഇവേഷൻ പുരോഗമനപരമാണോ അല്ലയോ? അത് പുരോഗമനപരമാണെന്ന് കരുതുന്നവരല്ല ഞങ്ങളാരും. ടാക്സ് ഇവേഷൻ തെറ്റായ തീരുമാനമാണ്, തെറ്റായ നടപടിക്രമമാണ്, ചെയ്യാൻ പാടില്ല. അപ്പൊ അത്തരത്തിൽ കള്ളക്കടത്ത് നടത്തുന്നത് അതിൽ ഏതെങ്കിലും ഒരു സമയത്ത്, ഇപ്പൊ നമുക്ക് നിങ്ങൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റെക്കോർഡുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കള്ളക്കടത്ത്, കസ്റ്റംസ് കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുള്ളതിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഭൂരിപക്ഷമാണ്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ അത് പറഞ്ഞ വസ്തുത. അതിനകത്ത് എനിക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പോ കള്ളക്കടത്ത് പിടിക്കുന്നതിൽ മുസ്ലിം നാമധാരികൾ ഭൂരിപക്ഷമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമല്ലേ ഇവിടെ പറയുന്നത്? അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞു തരുന്നോട്ടെ. മുസ്ലിം നാമധാരികൾ കൂടുതലാണ്, അതുകൊണ്ട് അവർക്കത് മതനിഷിദ്ധമല്ല, അതുകൊണ്ട് അവർക്ക് മതപരമായി അവരെ അതിനകത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളെ ഇങ്ങനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കുറിച്ച് നിങ്ങൾ ഇതുപോലെ പറയുന്നില്ല? അതിനകത്തുമൊക്കെ ഇതുപോലെ പ്രശ്നങ്ങളില്ലേ? ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പിന്നെ എന്താണ് കുർബാനയല്ല, കുംഭസാരം എന്ന് പറഞ്ഞൊരു സംവിധാനം ക്രിസ്ത്യാനികളുടെ ഇടയിലില്ലേ? എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും പോയി കുംഭസരിച്ചാൽ പോരെ? നിങ്ങളെന്താണ് അവരെ അത് പറഞ്ഞ് പിന്നെ വിമർശനത്തിൻ്റെ മുൾമുനയിൽ നിർത്താത്തത്? എന്ത് ക്രൂരമായിട്ടുള്ള കുറ്റം ചെയ്താലും പോയി കുംഭസരിച്ചാൽ അത് തീരും. ഒരു പള്ളിയിലച്ഛൻ്റെ മുമ്പിൽ പോയി കുംഭസരിച്ചാൽ അത് തീരുമെന്നല്ലേ പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ പറയുന്നത്? അത് തെറ്റാണെന്ന് നിങ്ങളെന്താ പറയാത്തത്? അപ്പോൾ ഇവിടെ മുസ്ലിം ജനസാമാന്യത്തെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അവരെന്തോ തെറ്റുകാരാണെന്ന് വരുത്തി സത്യത്തിൽ
സംഘപരിവാരം കുറച്ചു കാലം, എൻ്റെ വാദഗതിയാണ്, അപ്പോൾ സംഘപരിവാരം കുറച്ചു നാളായി കൊണ്ടുപോയി നടക്കുന്ന വാദത്തിനപ്പുറത്തുള്ള വാദത്തേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ പിന്നെ മലപ്പുറത്ത് ഇത്ര നിങ്ങൾക്ക് കരിപ്പൂർ എയർപോർട്ടിൽ വരുന്ന സ്വർണം കള്ളക്കടത്തിൽ എത്ര ശതമാനം മലപ്പുറത്തേക്കാണ് ഉള്ളതെന്നുള്ള കണക്കെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? കരിപ്പൂർ എയർപോർട്ടിൽ വരുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ മലപ്പുറത്തേക്കുള്ളതുണ്ട്, കണ്ണൂരേക്കുള്ളതുണ്ട്, കാസർഗോഡേക്കുള്ളതുണ്ട്, വയനാടേക്കുള്ളതുണ്ട്, തൃശ്ശൂരിലേക്കുള്ളതുണ്ട്. നിങ്ങൾ ഈ മുസ്ലിങ്ങളെ ഇങ്ങനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുമ്പോൾ ഈ ആകാശ് തില്ലങ്കേരിയും പിന്നെ അർജുനായെങ്കിലും ചെയ്യുന്നത് എന്താ? അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയാത്തത്? അവരെ മാർക്സിസ്റ്റ് പാർട്ടി ബുദ്ധി ഉപയോഗിച്ച് അവരെ ബോധവൽക്കരിക്കണമെന്ന് നിങ്ങൾ പറയാത്തത് എന്താ? നിങ്ങളെന്താണ് ഈ മുസ്ലിങ്ങളെ നന്നാക്കാൻ മാത്രം നിങ്ങൾക്ക് ഇത്ര വലിയൊരു താല്പര്യം? അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിൻ്റെ കണക്കുകളെങ്കിലും പുറത്തു വിടണം. നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ കണക്കെങ്കിലും പുറത്തു വിടാൻ പറ്റിയിട്ടുണ്ടോ? പുറത്തു വിടാൻ പറ്റിയിട്ടില്ല. അതിന് പകരം മലപ്പുറത്ത് പിടിക്കുന്ന കണക്കുകളെ കുറിച്ചിട്ട് നിങ്ങൾ അങ്ങ് വാചാലമാവുകയാണ്. മലപ്പുറത്ത് പിടിക്കുന്ന കള്ളക്കടത്തിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം നാമധാരികളാണ് എന്ന് നിങ്ങൾക്കെവിടെ തെളിവുള്ളത്? നിങ്ങൾ ആ തെളിവ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നോക്കിയാൽ ഇങ്ങനെ കാണുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ആദ്യം ആ കണക്കൊന്ന് പുറത്തു കൊണ്ടുപോവാ. എന്നിട്ട് നിങ്ങൾ വീണ്ടും 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 അതിനെ ന്യായീകരിച്ച് മതാധിഷ്ഠിത രാജ്യത്തുള്ള പിന്നെ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ KT ജലീലിനും നിങ്ങൾ MP ഗോവിന്ദനും അപ്പുറത്തേക്ക് പോവുകയാണ്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് അജണ്ടയുണ്ട്. ആ അജണ്ട കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ചാനലുകളിലേക്ക് ഓടി നടക്കുന്ന അസ്കറിന് അത് മനസ്സിലാവുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു മതസമുദായത്തിനെ ഈ കള്ളക്കടത്തിൻ്റെ പേരിലും ഈ ഹവാലയുടെ പേരിലുമൊക്കെ വിമർശനത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ഈ പണി നിങ്ങൾ ദയവായി അവസാനിപ്പിക്കണം. ഇത് ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യം. ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞു. അവിടെ എനിക്ക് അബ്ദുള്ളയോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഭൂരിപക്ഷമാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. ന്യൂനപക്ഷമാണെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. നമ്മൾ ഭൂരിപക്ഷത്തിനെയും ന്യൂനപക്ഷത്തിനെയും കണ്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തുലനം ചെയ്യാൻ പോകരുത്. എൻ്റെ അഭിപ്രായത്തിൽ ഭൂരിപക്ഷ സമുദായത്തിലുള്ള പിന്നെ ഭൂരിപക്ഷ വർഗീയതയും പ്രശ്നമാണ്, ന്യൂനപക്ഷ സമുദായത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയും പ്രശ്നമാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ അപകടമാണ്. പക്ഷേ ഭൂരിപക്ഷം ഇന്ത്യയിൽ ഭൂരിപക്ഷമാണ്, ന്യൂനപക്ഷം ഇന്ത്യയിൽ ഭൂരിപക്ഷമാണ്. അതിനെ രണ്ടിനെയും കൂട്ടിക്കുഴച്ചിട്ട് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ട് ഭൂരിപക്ഷത്തിനേക്കാൾ വലിയ ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് രണ്ടിനകത്തുള്ള വർഗീയതകളും ഒരുപോലെ അപകടകാരികളാണ് എന്നുള്ളിടത്താണ് മിനിറ്റ് കൊണ്ടാ ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. ഭൂരിപക്ഷ വർഗീയതയിൽ ഉണ്ടാക്കുന്ന അതിന് ചെയ്യാൻ കഴിയുന്നതായ അപകടം, അതിൻ്റെ പ്രയോഗ സാധ്യത അതുപോലെ അപകടകരമല്ല ന്യൂനപക്ഷങ്ങളുടേതെന്നാണ് ഞാൻ പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾക്ക് പരമാവധി ചെയ്യാൻ കഴിയൽ എന്താ? ഒരു 4-5 ആളെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ വിയോജിക്കുന്നു എന്ന് പറയാനല്ലേ കഴിയുള്ളൂ. പറഞ്ഞില്ലേ? ന്യൂനപക്ഷ വർഗീയതയല്ല, ന്യൂനപക്ഷമാണ് 4-5 പേരെ വിടുന്നത്. അവർ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയ പാർട്ടിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിനെ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. അല്ല, ലോകം മുഴുവൻ ഭീകരവാദം നടത്തുന്ന ആരാ പറയുന്നത്? അവരുടെ രാജ്യങ്ങൾ ഇറാഖിൽ ചെന്നിട്ട് അമേരിക്ക, ഞാൻ പറയട്ടെ അതിന് മറുപടി പറയാൻ സമയം കൊണ്ടാ. ആ ഇറാഖിൽ ചെന്ന് എന്തിനാണ് അമേരിക്ക ബോംബിട്ടത്? ഇറാഖിയായ ആരെങ്കിലും ഒരിക്കൽ അമേരിക്കയിൽ പോയി ബോംബിട്ടിട്ടുണ്ടോ? സിറിയയിൽ പോയി എന്തിനാണ് അമേരിക്ക ബോംബിട്ടത്? അഫ്ഗാനിസ്ഥാനിൽ എന്തിനാണ് അമേരിക്ക എത്തിയത്? ഈ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഏതെങ്കിലും ഒരു അഫ്ഗാനി ആ ബോംബെ അല്ല പിന്നെ ഈ എന്താ പറയുക ഈ പിന്നെ ബ്രിട്ടനിൽ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരുത്തനെ കണ്ട് ഓന് കുത്തു കൊടുക്കും. ആകെ ചെയ്യാൻ കാരണം ഇവൻ്റെ അമ്മയെയും അച്ഛനെയും മക്കളെയും ഭാര്യയും കുട്ടികളെയും ഒക്കെ കൊന്നവനായി ഇവൻ. അതുകൊണ്ട് ഒരു കുത്താട് കൊടുക്കും. അത് ആകെ ചെയ്യാൻ കഴിയുക. ഈ മുസ്ലിം രാജ്യങ്ങളെ മുഴുവനും ആക്രമിച്ച് കീഴടക്കി അതിനെ നാശമാക്കി നായി പറപ്പിച്ച് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ ആക്കിയതായ ഒട്ടേറെ സംഭവങ്ങൾ നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് സിറിയ, ഇറാഖ്, ഇറാൻ, യമൻ എല്ലാ രാജ്യങ്ങളും. അപ്പൊ അതിന് എവിടെയെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ആകെ ഭീകരവാദികളുടെ പൊട്ടിത്തെറി, ഭീകരവാദികളുടെ കടന്നാക്രമണം,
വല്ലപ്പോഴും അതേ വല്ലപ്പോഴും അല്ല. കാരണം മുസ്ലിം രാജ്യങ്ങളൊക്കെയോ പൊട്ടിത്തെറിക്കല്ല, നിവൃത്തിയില്ല. അല്ല എന്നും എന്നാ താങ്കൾ പറയുന്നതനുസരിച്ച് ഒന്നും എന്താ പറയുന്നതെന്നല്ലേ, അങ്ങനെ ഒന്നും പ്രതികാരം ചെയ്യാനേ പാടില്ല. എനിക്ക് എൻ്റെ തലയിലേക്കാണ് അമേരിക്ക ബോംബിട്ടത്. എന്താ കണ്ടോ എന്ന് പണ്ട് വൈക്കം ബഷീറിൻ്റെ ഇതിനകത്തുണ്ട്. എനിക്കാണ് ഒരു കുറുക്കനെ എറിഞ്ഞു വൈക്കം ബഷീർ ഇങ്ങനെ ആ സാധനം നന്നാക്കി ചില്ലിട്ട് തുടച്ചുകൊണ്ടിരിക്കുക. ഒരു അവാർഡ് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുറുക്കനതിൽ പോകുമ്പോൾ മൂപ്പര അതുകൊണ്ട് ഒരൊറ്റ ഏറ് കൊടുത്ത്. അപ്പോൾ കുറുക്കൻ പറയാം എനിക്കാണ് അതിനോട് ഏറ് കിട്ടിയത്. അതുപോലെ മുസ്ലിങ്ങൾ വാഴ്ത്താൻ വേണ്ടി അമേരിക്ക ഞങ്ങളുടെ നാട്ടിലാണ് പോകുമ്പോൾ അല്ല ഞങ്ങളുടെ നാട്ടില എന്ന് പറയണം. ഞങ്ങൾ പറയുന്നത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ആ അമേരിക്കൻ യാങ്കിൻ്റെ മുഖത്തേക്ക് ഒന്ന് ആഞ്ഞു വീശാൻ ഒരു അവസരം കിട്ടി, അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഭീകരവാദികൾ എവിടെ ഞങ്ങൾ വാക്കൊക്കെ പഠിച്ച്. ശരി, താങ്കൾക്ക് തുടരാം. അല്ല, ഒന്ന് അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിന്റെ നയങ്ങളെ സംബന്ധിച്ചും ഇടതുപക്ഷത്തിന്റെ നയത്തിൽ ഒരു വ്യതിയാനവും വന്നിട്ടില്ല. നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ ആകമാനം ഇടതുപക്ഷം അപമാനിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് ഇടതുപക്ഷത്തെ മുസ്ലിം വിരുദ്ധതരാക്കി തീർക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമം കുറെ കാലങ്ങളായി നടക്കുന്നു. അതിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷത്തിന്റെയും സംഘപരി എല്ലാ കാലത്തും RSSനെ അതുപോലെ തന്നെ മുസ്ലിം ഭീകരവാദത്തെയും ഒരുപോലെ എതിർത്തിട്ടുള്ളതാണ് CPIM. അതിന്റെ തുടർച്ചയാണ് സഖാവ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ മലപ്പുറത്തെ അപമാനിച്ചു, മുസ്ലിം സമുദായത്തെ അപമാനിച്ചു. ഇപ്പോ ഇതാ മതഫത്വ പുറപ്പെടുവിക്കുവാൻ ശ്രീ ജലീൽ ആവശ്യപ്പെട്ടത് അതിനെ പറ്റി ചോദ്യം ചെയ്തു. അതിന്റെ ചോദ്യത്തിലെ ഒരു അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ സഖാവ് MV ഗോവിന്ദന്റെയും CPMന്റെ അഭിപ്രായം മതപരമായ അഭിപ്രായങ്ങൾ പറയുന്നു എന്നല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം മതനിരപേക്ഷത എന്ന് പറയുന്നത് മതനിരാസമല്ല. മതനിരപേക്ഷത എന്ന് പറയുന്നത് മതനിരാസമാണെന്ന് വരുത്തി തീർക്കുകയും ഞങ്ങളെ ഇടതുപക്ഷത്തെ ആകമാനം കരുതേച്ചു കാണിക്കുന്നുള്ള ശ്രമമാണ് ഇക്കാര്യത്തിൽ. CPMനെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ മതേതരത്വം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അഡ്വക്കേറ്റ് അസ്ക? എന്താണ് നിങ്ങൾ കരുതുന്നത് പോലെ ഒരു മതത്തിന്റെ സർവാധിപത്യമല്ല, ഒരു മതത്തിലെ ഒരു വിഭാഗത്തിന്റെ സർവാധിപത്യമല്ല ഇടതുപക്ഷം കാണുന്നത്. അതല്ല ഇന്ത്യയുടെ ബഹുസ്വരത എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ബഹുസ്വരതയെ വിശ്വസിക്കുകയും ഇന്ത്യയുടെ ബഹുസ്വരതയിൽ അധിഷ്ഠിതമായി സർവ്വമതങ്ങളും സൗഹാർദ്ദത്തോടെ മാലയിട്ട് പോയി കഴിഞ്ഞാൽ നടപടിയെടുത്ത പാർട്ടിയാണ്. അതേസമയം ഇപ്പുറത്ത് പോവാം. അങ്ങനെ ഇപ്പോ അൻവർ പറയുന്നത് എന്താ, പള്ളിയിൽ പോകുന്ന എല്ലാവരും ഒരു ഘട്ടത്തിലെത്തുമ്പോ ആ ഘട്ടത്തിൽ അവനവന് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ആ വീഴ്ചകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി വിശ്വാസത്തെ മുറുകി പിടിക്കുകയും വിശ്വാസത്തെ മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് പോലെയുള്ളത്. അൻവർ പറഞ്ഞതും അത് തന്നെയാണ്. അദ്ദേഹം നമസ്കരിക്കുന്ന മുസൽമാനായതുകൊണ്ട് അദ്ദേഹത്തെ CPM അദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല എന്ന അർത്ഥത്തിലേക്ക് അദ്ദേഹം അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതാണല്ലോ നാം അൻവറിൽ കണ്ട ഏറ്റവും വലിയ എവല്യൂഷൻ എന്ന് പറയുന്നത്. ആ എവല്യൂഷനിലേക്കല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ പുരോഗമന സമൂഹമാണ്. ആ പുരോഗമന സമൂഹത്തിൽ പുരോഗമനാത്മകമായിട്ടുള്ള ചിന്തകളും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളുമാണ് വേണ്ടത്. അതുകൊണ്ട് KT ജലീൽ പറഞ്ഞത് CPMന്റെ അവസാന വാക്കായി കരുതുകയും വേണ്ട. KT ജലീൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നു. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക തിയോളജിയിൽ അധിഷ്ഠിതമായി ഒരു സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാനാകുമെങ്കിൽ അത് ഇസ്ലാം മതപൗരോഹിത്യത്തിന് കഴിയും എന്നുള്ള ഉറച്ച ബോധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. അതൊരു ശരിയായ നിഗമനത്തിലേക്ക് അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. അല്ല, ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് അങ്ങനെയാണോ പറയേണ്ടത്? ഇപ്പം ജലീലിൻ്റെ പ്രസ്താവന അത് പറഞ്ഞു, ഷാജഹാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്ന ആളാണ്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്താ പറയേണ്ടത്? മത നേതാക്കന്മാരൊന്നുമല്ല, അത് ഞങ്ങളുടെ നിയമ സംവിധാനം നോക്കിക്കോളും, അങ്ങനെയല്ലേ പറയണ്ട? ആ ഒരു മറുപടിയല്ലേ ഗോവിന്ദൻ എന്ന് പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിയമ സംവിധാനം നോക്കുന്നില്ല. ഇപ്പൊ കുമ്പസാരിച്ചാൽ മാനസാന്തരം ഉണ്ടാവുന്നു, പാപങ്ങൾ കഴുകിക്കളയപ്പെടുമെന്ന് ഒരു ക്രിസ്തീയ മതവിശ്വാസമാണ്. പക്ഷെ കുമ്പസരിച്ചത് കൊണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായി കഴിഞ്ഞു. കുമ്പസാരിച്ചത് കൊണ്ട് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? അത് ആ രീതിയിൽ അതിനെ കാണ്, ആ രീതിയിൽ അതിനെ അഭിസംബോധന ചെയ്യണം. CPMന്റെ സെക്രട്ടറി വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുകയാണ്.
അത്തരത്തിൽ മത നേതാക്കന്മാർ വിചാരിച്ചാൽ അത് അദ്ദേഹത്തിന് പാർട്ടിക്ക് യോജിച്ച അഭിപ്രായമാണോ എന്ന് നിങ്ങളെ പാർട്ടി സഖാക്കന്മാരെ തന്നെ ചിന്തിക്കുക. അഡ്വക്കേറ്റ് അസ്ക, യെസ്, സമ്മേളനത്തിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഷാജഹാൻ പറയുന്നത്. ഓക്കെ, വളരെ നന്ദി അഡ്വക്കേറ്റ് അസ്ക. കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഭാരവാഹിയെങ്കിലും ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും കൂടുതൽ CPM-നെ താങ്ങുന്ന ഒരാളാണല്ലോ. എന്തെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറെങ്കിലും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടിപിടി ഉണ്ടാവാതെ നോക്കിക്കോണം, അടി കിട്ടാതെ അടി കൊടുക്കാതെ നോക്കിക്കോണം. ശരി അഡ്വക്കേറ്റ് അസ്ക. ഷാജഹാൻ, ഈ യൂട്യൂബിൽ ചില കമൻസ് ഒക്കെ വരുന്നുണ്ട്, അതുകൂടി നമ്മൾ ഈ പ്രേക്ഷകർ സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കുകയും ഈ സംവാദത്തിൽ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കമൻറ്റ് ഇതാണ്, പ്രീതി ജി, അതായത് ഒരു സ്ത്രീ അയച്ച കമൻ്റാണ്, ഇസ്ലാമിനെ പറയുന്ന ഷാജഹാനെ പിടിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലാതെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, പിന്നെ ഈ മലപ്പുറത്തെ മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ള വിമർശനം ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CK പത്മനാഭൻ അല്ലേ, CK പത്മനാഭൻ അല്ലേ, അതായത് മലബാറിൽ നിന്നുള്ള BJP-യുടെ ഏറ്റവും വലിയ നേതാവാണ് പിന്നെ മുസ്ലിം ഈ മലപ്പുറത്തെ അവഹേളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത്. മാത്രമല്ല ബാക്കി ഒരുപാട് BJP നേതാക്കന്മാരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് മുസ്ലിമാണെന്നേ ഉള്ളൂ. എൻ്റെ കുടുംബത്തിലെ എല്ലാ പിന്നെ ജാതികളും എന്ന് പറയുന്നത് ശരിയല്ല, എല്ലായിടത്തും വന്ന ആളുകൾ എൻ്റെ കുടുംബത്തിലുണ്ട്. പക്ഷേ ഞങ്ങൾ പൊതുവിൽ ഒരു പിന്നെ യഥാർത്ഥ മതനിരപേക്ഷത എന്ന് ഞാൻ അഭിമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ ശരി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ പ്രത്യേകിച്ചൊരു താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ മുസ്ലിം സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയില്ല എന്നല്ലേ മുഖ്യമന്ത്രി വരെ വന്നിരുന്നു പറയുന്നത്. അപ്പോൾ പിന്നെ എന്നെ അതിനകത്തേക്ക് വലിച്ചിഴക്കുന്നത്. ഇതിലൊരു പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അതുകൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഗവർണർ ചീഫ് സെക്രട്ടറിയും DGP-യെയും വിളിപ്പിച്ചിരിക്കുകയാണ്, നേരിട്ടെത്തി വിശദീകരണം നൽകുന്നതാണ്. കാരണം പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, അതായത് കള്ളക്കടത്ത് നടക്കുന്നുണ്ട്, സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടെന്ന് അറിയാം, എന്നിട്ടും അത് മറച്ചു വെച്ചു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം. അതിൽ വിശദീകരണം നൽകാനാണ്. ആരാണ് ദേശദ്രോഹികളെന്ന് വ്യക്തമാക്കണം എന്നൊക്കെയാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ തടിയപ്പാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക്? അല്ല, ഇതെന്താണെന്നറിയാമോ, ഇത് പിന്നെ അല്ല, ഇതിനകത്ത് ഇപ്പം കള്ളക്കടത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ കള്ളക്കടത്ത് നടത്തിയവരെ പിന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊന്നും ഇവിടുത്തെ ഭരണകൂടത്തിനൊരു താല്പര്യവുമില്ല. അവർക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് കണക്കുകൾ പറയണം. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ അൻവറൊക്കെ വന്ന് വലിയ വിമർശനങ്ങളൊക്കെ ഉയർത്തിയതിനെ തുടർന്ന് മതന്യൂനപക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ ഉഴപ്പക്കാരാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് കണക്കുകൾ അവർക്ക് കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് എന്ത് താല്പര്യമാണ് അവർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ തന്നെ എന്തുമാത്രം ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും. പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, BJP-ക്കെതിരെ ഉണ്ട്, മുസ്ലിം ലീഗിനെതിരെ ഉണ്ട്. എന്തൊക്കെ ആരോപണങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഈ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ആരോപണങ്ങളായി നിൽക്കുന്നു. തങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കണം, നിയമത്തിൽ കൊണ്ടുവരണം എന്നൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ ഒരു ബോധ്യവുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഗവർണർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് DGP-യും ചീഫ് സെക്രട്ടറിയൊക്കെ പറയാൻ പോകുന്നത് എന്താണ്, മുഖ്യമന്ത്രി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള വാദമാണ് ഉയർത്താൻ പോകുന്നത്. അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഈ അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ അൻവറിനെതിരെ തിരിച്ചടിച്ചത് സ്വർണ്ണക്കടത്തിന് ആരാണ് നേതൃത്വം നൽകുന്നത് എന്നൊക്കെ അൻവറുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തില്ല. അപ്പോൾ അൻവർ സ്വർണ്ണക്കടത്തുകാരനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അയാളെയും കൊണ്ട് നടന്നു നോക്കിയതിൽ പെടും കേട്ടോ ഷാജഹാൻ. അല്ല, അതെ ഞാൻ പറഞ്ഞത്, അൻവർ സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഒരാളാണെന്ന് അറിയാം എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ പറയുന്നു അല്ലേ? അങ്ങനെ ഒരു സ്വർണ്ണക്കടത്തുകാരനെ എന്തിന് നിങ്ങൾ കൂടെ കൊണ്ട് നടന്നു? അതും ഗവർണർ ചോദിച്ചിട്ടുണ്ട്. അല്ല അനിലേ, അതിലൊന്നും ഒരു തെറ്റുമില്ല, അതൊക്കെ ശരി തന്നെയാണ്. അൻവർ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധമുള്ള ആളാണ് എന്നുള്ള ആരോപണം പത്രലേഖകർ ഉന്നയിച്ചപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾ തന്നെ അത് പരിശോധിക്കൂ എന്ന് പറഞ്ഞു. ആ പത്രക്കാരാണോ പരിശോധിക്കേണ്ടത്? അൻവർ ഇപ്പോൾ ഈ ഗവൺമെന്റിനെതിരെയും പിണറായിനെതിരെയും പറയാൻ തുടങ്ങിയിട്ട് 1-2 മാസമായല്ലോ. അൻവർ കള്ളക്കടത്തുകാരനാണെന്നുള്ള തെളിവ് ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ? അത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. 1. 2, അൻവർ ആണെങ്കിൽ കാര്യകാരണ സഹിതം രേഖകളുടെ ഓഡിയോയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ MR അജിത് കുമാർ എന്ന് പറഞ്ഞ ആളാണിത് ഈ കേരളത്തിലെ കരിപ്പൂർ ബേസ്ഡ് കള്ളക്കടത്തിൻ്റെ തലതൊട്ടപ്പൻ എന്ന് അയാൾ തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വേറൊരു വശം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ കള്ളക്കടത്തിനെ കുറിച്ചിട്ട് ഇത്രയും വാചാലമാകുന്ന ഗവർണർ ഉണ്ടല്ലോ, ആ ഗവർണർ ഉള്ള പാർട്ടിയുടെ
പ്രധാനമന്ത്രി കഴിഞ്ഞ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ട് പോയത് എന്താണ്? കള്ളക്കടത്ത് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി എന്നും പറഞ്ഞിട്ടാണ് പ്രസംഗിച്ചിട്ട് പോയത്. അതിലും നടപടിയൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഇതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കും, ഇതൊക്കെ പറയും എന്നുള്ളതല്ലാതെ ആർക്കും ഗൗരവതരമായിട്ട് ഒരു താല്പര്യവും ഇതിനകത്ത് ഉള്ളതായിട്ട് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയും എനിക്ക് അതിനകത്തെക്കുറിച്ച് പറയാനുള്ളൂ. യെസ്, ഓ അബ്ദുള്ള, ഇപ്പോൾ മതവിധി മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കൂ, പക്ഷേ എങ്കിലും ഈ വിഷയത്തിൽ ആത്മീയ നേതാക്കന്മാർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. ഇപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് പോലെ മതത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇപ്പോൾ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ, അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഒരിക്കലും ഇത്തരക്കാരെ തള്ളിപ്പറയുന്നില്ല? പലപ്പോഴും ഞാനും അത് ആലോചിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ സാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അത്തരം കാര്യങ്ങൾ, അതായത് മതത്തിൻ്റെ ആ വീക്ഷണത്തിലൂടെ നോക്കുകയാണെങ്കിൽ സ്വന്തം കാശ് കൊടുത്ത്, അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഹലാലായ രീതിയിൽ ഒരാൾ ദാനം നൽകിയതോ കാശ് കൊടുത്ത് വാങ്ങിയതോ ആയ സ്വർണം ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നത് തെറ്റോ ശരിയോ എന്ന് വെച്ചാൽ അതിൽ ശരി, അതിനൊരു കുഴപ്പമില്ല, മതത്തിൽ അതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു മതവിശ്വാസി അയാൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥക്ക് തകരാറ് സംഭവിക്കുകയോ അതിനെ അട്ടിമറിക്കുകയോ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുകയോ ചെയ്യുന്നതായി യാതൊന്നും ചെയ്യാൻ പാടില്ല എന്ന വളരെ വിശാലമായൊരു കാഴ്ചപ്പാട് മതത്തിനുണ്ട്. അത് മനസ്സിലാക്കാത്തതായ ഈ പുരോഹിതന്മാർ, മുസ്ലിംമാരും മറ്റുള്ളവരും അത് ഇസ്ലാമികമായി തെറ്റല്ല, ഇത് കൊണ്ടുവന്നോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണമല്ലേ എന്ന രീതിയിൽ വളരെ ലാഘവത്തോടുകൂടി കാര്യങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഒരു വശത്തുകൂടെ പറയുകയാണെങ്കിൽ ഇത് പ്രചോദനമായി മാറുന്നത്. അതായത് അത് നമ്മൾ കാശ് കൊടുത്താണ് വാങ്ങുന്നത്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്, അതിലെന്താ തെറ്റ്? പക്ഷേ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, ഈ രാജ്യത്തിലെ ഒരു അനുസരണമുള്ള പൗരനായി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണല്ലോ പൗരത്വത്തിൻ്റെ അർത്ഥം. നമുക്ക് എന്ത് ചെയ്യാമെന്നാണോ അതിൻ്റെ അർത്ഥം? ഇവിടുത്തെ ഭരണകൂടത്തെ തോൽപ്പിച്ചുകൊണ്ട് ആരും അറിയാതെ ഇരുളിൻ്റെ ചുളിവിൽ എന്തും ചെയ്യാം എന്നൊരു വിശ്വാസിക്ക് ഒരിക്കൽ തന്നെ ധാരണ ഉണ്ടാകാൻ പാടില്ല. അത് പ്രവാചകൻ്റെ വചനത്തിൽ തന്നെ ഉണ്ട്. അത്തയുള്ള റസൂൽ എന്ന് പറഞ്ഞിട്ട് ഉലുൽ അംരി മിൻകും, നിങ്ങൾ ദൈവത്തെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം, നിങ്ങളുടെ ഭരണകർത്താക്കളെ അനുസരിക്കണം. ഭരണകർത്താവുകളെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനയെ അനുസരിക്കുക എന്നതാണ്. ഏതോ രീതിയിൽ വളരെ മോശമായി ഹിറ്റ്ലറെ പോലെയുള്ള ചില ഭീകരന്മാർ അധികാരത്തിൽ വരുമ്പോൾ അതിനെ ചെറുക്കുക എന്നുള്ള മറ്റൊരു കാര്യമാണ്. ഇതുപോലെ ജനാധിപത്യമാണ്. നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് നമ്മളെ ഭരിക്കുന്നത്, അതോ നമ്മൾ തന്നെയാണ് ഭരിക്കുന്നത്. ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണല്ലോ. അപ്പോൾ ആ നിയമം അനുസരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇത് പറയാതെ ചുളിവിൽ ഇതിലൊന്നും ഒരു തകരാറുമില്ല, ഒരു ഇസ്ലാമിനൊരു കുഴപ്പമില്ല, പൈസ കൊടുത്ത് വാങ്ങുന്ന സ്വർണ്ണമായിരിക്കണം, അല്ലെങ്കിൽ ദാനം കിട്ടിയ സ്വർണ്ണമായിരിക്കണം എന്ന ലാഘവത്തോടു കൂടി ചിലരെങ്കിലും വിഷയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഈ രീതിയിൽ വളർന്നു വരുന്നതെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. അല്ല, ഈ കള്ളക്കടത്തിൻ്റെ വിഹിതമൊക്കെ ഇനിയിപ്പോൾ ഈ പറയുന്ന നേതാക്കന്മാർക്ക് കിട്ടുന്നുണ്ടോ? സമുദായ നേതാക്കന്മാർക്ക്. അതുകൊണ്ടാണ് അവർ ഇതിലൊന്നും നിലപാടെടുക്കാത്തത്. കേൾക്കുന്നില്ല കേട്ടോ. അല്ല, ഈ കള്ളക്കടത്തിൻ്റെ വിഹിതം ഉണ്ടല്ലോ, ഈ വിഹിതം സാമുദായിക നേതാക്കന്മാർക്ക് ലഭിക്കുന്നത് കൊണ്ടാണോ അവർ മൗനം പാലിക്കുന്നത്? ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാത്തത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്, ഞങ്ങളും ഈ മതനേതാക്കന്മാരെ സമീപിച്ചതാണ്, നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്, ഈ ചർച്ചയിലൊന്ന് പങ്കെടുക്കാമോ എന്ന്. പക്ഷേ ആരും പ്രത്യക്ഷത്തിൽ വന്നിരുന്ന് പറയാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും അവർ മടിക്കുന്നത്? ഇപ്പോൾ ഈ പ്രശ്നം വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഒരു സമുദായ നേതാവും, മുസ്ലിം സമുദായത്തിലെ ഒരു നേതാവും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഞങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നാളെ നമ്മുടെ ആളുകളെ, സമുദായത്തിലെ അംഗങ്ങളെ ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു നേതാവിനെയും കാണുന്നില്ല. ഓ അബ്ദുള്ള, കേൾക്കാമോ? ഇല്ല, എന്നോടാ ചോദ്യം? അതെ അതെ അതെ, താങ്കളോടാ. ശരി. അതായത്
ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി മുസ്ലിങ്ങൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ പറയുന്നതിന് അർത്ഥമുണ്ട്. എല്ലാവരും സൗകര്യം പോലെ കടത്തുകയും അവിടെയും ഇവിടെയും ഒക്കെ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നൊരു സംഗതിയിൽ മുസ്ലിങ്ങളെ മാത്രം വേർതിരിച്ച് മതപണ്ഡിതന്മാർ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസം ഇത് ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. പക്ഷെ അതിൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ആ വെള്ളിയാഴ്ച പ്രസംഗം പോലും പ്രവാചകൻ നിർവഹിച്ചത് അറബി ഭാഷയിലാണ്. അതുകൊണ്ട് അറബി ഭാഷയിലായിരിക്കണം എന്ന് പറയും. അറബി ഭാഷയിൽ ഈ പ്രാസംഗികന് പറയാൻ കഴിയില്ല. പണ്ടെങ്ങാനും എഴുതി വെച്ചതായ വെള്ളിയാഴ്ച പ്രസംഗം ഭൂരിപക്ഷ സമുദായം തടസ്സപ്പെടുത്തുന്നതാണോ? എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഭൂരിപക്ഷ സമുദായത്തിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്നത് മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി വെള്ളിയാഴ്ച ദിവസം സമൂഹത്തോട് ഇത് പറയേണ്ടതാണ്, അത് പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഭൂരിപക്ഷ സമുദായത്തെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല. അവർക്ക് പറയാവുന്നതാണ്. അതായത് നാട്ടിലെ വ്യവസ്ഥ, ക്രമസമാധാനം, നാട്ടിൻ്റെ സമ്പദ് വ്യവസ്ഥ അട്ടിമറിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാനാണ് വെള്ളിയാഴ്ച ദിവസം നിശ്ചയിച്ചിരിക്കുന്നതും. അതാണ് ആ പള്ളിയുടെ പ്രസംഗവും. പക്ഷെ നിർഭാഗ്യവശാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതായ ഒരു അറബി ഭാഷയിലുള്ള പ്രസംഗം അവിടെ ഇങ്ങനെ വായിക്കുകയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. ഈ ജമാഅത്ത് മുജാഹിദ് പള്ളികളിലല്ലാത്ത സുന്നി പള്ളികളാണ് ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം പള്ളികളിൽ മുഴുവനും ഇത് വായിക്കുകയാണ്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. നാട്ടിൻ്റെ സമ്പദ് വ്യവസ്ഥ തകരാറ് നോക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. ഈ രാജ്യം എങ്ങനെ സമ്പന്നമാകുന്നുവോ, എങ്ങനെ ഉത്ബുദ്ധമാകുന്നുവോ, എങ്ങനെ സമൃദ്ധമാകുന്നുവോ അതിനനുസരിച്ചാണല്ലോ ഇവിടുത്തെ പൗരന്മാരും ശരിയാവേണ്ടത്. നമുക്കിപ്പം തന്നെ നമ്മൾ ലോകത്തെ ഒരു 5ാമത്തെ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുക. ഈ വക കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയൊരു സാധ്യത ഉണ്ട്. ഒന്നാമത് ഇവിടുത്തെ മാൻ പവർ, ഇവിടുത്തെ മനുഷ്യൻ, ഒരുപാട് ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ, അതാണ് ഏറ്റവും വലിയ ശക്തി. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് 1ാമത്തെ ഒരു രാഷ്ട്രമായി മാറാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിട്ടും മതപുരോഹിതന്മാർ ഈ വക കാര്യങ്ങളൊന്നും ഗൗരവപൂർവ്വം കാണുകയോ സമൂഹത്തെ തെര്യപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥ. അല്ല അബ്ദുൾ, ഒറ്റ കാര്യം കൂടി, ഈ ശരിയായ മതപ്രബോധനത്തിലൂടെ ഇവരെയൊക്കെ മാറ്റാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും എന്ത് സമൂഹത്തെ മുൻപോട്ട് നയിക്കാൻ വേണ്ട രാജ്യത്തോട് സ്നേഹം, ഒന്നാമതായി വേണ്ടത് ശക്തമായ രാജ്യസ്നേഹം. ഈ രാജ്യമാണ് നമ്മുടേത്. പണ്ടെങ്ങാനും ഇന്ത്യയിൽ നിന്ന് വെട്ടിമുറിച്ചു കൊണ്ടുപോയ തല്ലിപ്പൊളി ഒരു പാകിസ്ഥാൻ, തല്ലിപ്പൊളി ഞാൻ പറയും, ഞാൻ അവരോട് ഇടപഴകിയ ആളാണ് ഗൾഫിലായിരിക്കെ. അവർക്ക് നമ്മുടെ രാജ്യത്തിലെ പത്രങ്ങൾ കാണുന്നത് പോലും വെറുപ്പാണ്. അവരുടെ പത്രം, എനിക്ക് ഉറുദു ഭാഷ വായിക്കാനറിയും, പത്രം വായിക്കാനറിയും, ഉറുദു എഴുതാനും അറിയും. അവരുടെ പത്രം ഒന്ന് വായിക്കാൻ ചോദിച്ചാൽ തരൂല. ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു പത്രങ്ങളുണ്ടാവും. ഞാൻ അവർക്ക് കൊടുക്കും, അവർ വാങ്ങൂല. അവരത് ചോദിച്ചാൽ തരൂല. സാധാരണക്കാരായ ആൾക്കാരെ പറയുന്നത്, പിന്നെ ഉയർന്നവരെ കാര്യം പറയാനുണ്ടോ? അത്രയും വെറുപ്പോടു കൂടിയാണ് അവർ നമ്മളെ കാണുന്നത്. പിന്നെ എന്ത് ഇതാണ് വേണ്ടത്? രാജ്യസ്നേഹം വളർത്തിയെടുക്കണമെങ്കിൽ അതിൻ്റേതായ ചില ശിക്ഷണങ്ങൾ നൽകണം, കോളേജുകളിൽ നിന്നും സ്കൂൾ ക്ലാസ്സുകളിൽ നിന്നും. അങ്ങനെ ഈ രാജ്യത്തിനോട് ദേശാഭിമാനം വളർത്തിയെടുത്ത് ഈ രാജ്യമാണ് നമ്മുടേത്. അങ്ങനെയാണെങ്കിൽ മദ്രസ വിദ്യാഭ്യാസമല്ലേ അടിമുടി മാറ്റേണ്ടത്? മദ്രസ വിദ്യാഭ്യാസമല്ലേ അടിമുടി മാറ്റേണ്ടത്? അവിടെ നിന്ന് തുടങ്ങണ്ടേ? മറുപടി, മദ്രസയിൽ പഠിപ്പിക്കുന്നത് തെറ്റിദ്ധാരണ നിങ്ങളിലൊക്കെ എപ്പോഴും മദ്രസകളെ പറ്റി പറയുന്നേക്കാം. മദ്രസകൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അംഗസ്നാനം, അതാവുമ്പോൾ ഒതു എടുക്കേണ്ടത്. ഒതു എടുക്കുന്നത് ആദ്യം എവിടെ നിന്ന് തുടങ്ങണം, അപ്പോൾ എന്ത് പറയണം, ആദ്യം മുഖം കഴുകണം, പിന്നെ കൈ കഴുകണം, പിന്നെ കാല് കഴുകണം, തല തടകണം. ഈ കാര്യങ്ങളാണ് പഠിപ്പിക്കുക. ഒന്ന്. രണ്ടാമത്, നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നെയ്യത്ത്, അതിനെ എന്ത് കരുതണം, നബയത്ത് സോമഹദീന അങ്ങനെ ചൊല്ലിപ്പഠിക്കും. ഞാൻ നാളെ നോമ്പെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കണം, പിന്നീട് സ്ത്രീ പുരുഷ സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുളിക്കണം, അതുപോലെ പിന്നെ പല്ല് തേക്കണം, വൃത്തിയാവണം, നഖം വെട്ടണം. ഇത്തരം കാര്യങ്ങളാണ് ആ മദ്രസകൾ. 80% മദ്രസകൾ റോഡ് സൈഡിലാണ്. ഇതിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടല്ല, ഞാനത് നേടിയവനാണ്, ഉണ്ടാക്കിയവനും പഠിപ്പിച്ചവനും പഠിച്ചവനാണ്. അല്ല, എന്നാൽ ആധുനിക മദ്രസ വിദ്യാഭ്യാസം അങ്ങനെയല്ല. ശ്രീ അബ്ദുള്ള, താങ്കളൊന്ന് പരിശോധിക്കണം.
അങ്ങനെയാണ് ഞാൻ ആധുനിക വിദ്യാഭ്യാസം നടത്തുന്ന സ്ഥാപനത്തിന്റെ ഭാരവാഹികളിൽ ഒരാളാണ്. പിന്നെ ഇതിന്റെ സിലബസ് ആവിഷ്കരിക്കാൻ കൂടുന്ന ആളാണ്, പാഠപുസ്തകങ്ങൾ എഴുതുന്ന ആളാണ്, ഇതെല്ലാം ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം എന്തായാലും ഉണ്ട്. ഇതിൽ അമ്മാതിരി ഒന്നുമില്ല. ഒരാളെ കയ്യിൽ 100 ഉറുപ്പിക ഉണ്ടെങ്കിൽ അയാൾ 2.5 ഉറുപ്പിക പാവങ്ങൾക്ക് കൊടുക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞത്, ദിവസം ചുരുങ്ങിയത് മുഖം 5 വട്ടം 15 വട്ടം കഴുകണം, ഒന്നെടുക്കണം, വൃത്തിയായിരിക്കണം. അത്തൂറ് നിസ്സുൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ പാതിയാണ് വൃത്തി. ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളാണ്. രണ്ടാമത്, തൻ്റെ അയൽവാസി, അയാൾ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ആരാവട്ടെ, അയാളെ നിങ്ങൾ ശ്രദ്ധിക്കണം. മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ, പ്രവാചകൻ പറയാം, എൻ്റെ അയൽവാസിക്ക് എൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് തോന്നിക്കുമാറ് ഈ മാലാക്ക എന്നോട് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അയാൾ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ എന്ന് വേർതിരിച്ച് പറയുന്നില്ല, അയൽവാസി എന്നാണ് പറയുന്നത്. അപ്പോൾ അയൽപ്പക്കത്തോടുള്ളതായ സ്നേഹം വന്നു. അതാണ് മലപ്പുറം ജില്ലയൊക്കെ ഇത്ര ഉഷാറാവാൻ കാരണം. നിങ്ങൾ പറയുന്നതായ കള്ളക്കടത്തുകൊണ്ടൊന്നുമല്ല മലപ്പുറം ഇത്രയും ഉഷാറാകുന്നത്. അവിടുത്തെ ജനങ്ങൾ തമ്മിൽ എന്തൊരു ബന്ധം. അവിടെയൊക്കെ താമസിക്കുന്ന തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ, ഞാനവിടെ പോയി താമസിച്ചിട്ടുണ്ട് 5-6 കൊല്ലം. അവർക്ക് ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല. മലപ്പുറത്ത് ഒരു 3-4 സെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിശ്ചയിക്കപ്പെടുന്ന അധ്യാപകരൊക്കെ അത് വാങ്ങിയിട്ട് ഇവിടെ 100 കണക്കിൽ ആൾക്കാർ ഇവിടെ നിന്ന് താമസിക്കുന്നുണ്ട്. അതേ തിരുവിതാംകൂറിൽ പോയ ഒരുത്തനെങ്കിലും ഒരാഴ്ച അവിടെ താമസിക്കൂല. കാരണം ജനങ്ങൾ എന്തായാലും മലപ്പുറത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കാം ശ്രീ അബ്ദുള്ള. യുവരാജ്, എന്തായാലും മുസ്ലിം വോട്ട് ബേസ് അത് കൈവിട്ടു പോയിരിക്കുന്നു എന്ന തിരിച്ചറിവ്, ഇനി ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകൾ വേണം, തിരഞ്ഞെടുപ്പ് വരാൻ ഇരിക്കുന്നു. പക്ഷേ ഇപ്പോഴിതാ വീണ്ടും മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ അല്ലേ ഈ ഗോവിന്ദൻ്റെ പ്രസ്താവനയൊക്കെ കാണേണ്ടത്. എന്തായാലും ഇവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇതിനകത്ത് 1-2 വിഷയങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ശ്രീ അബ്ദുള്ള പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് മറുപടി മറ്റൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ശ്രീ ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ, നമ്മുടെ എക്സ് മുസ്ലിം ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് കേൾക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നേ വരെ ജീവിതത്തിൽ ഒരു ജൂതനെ, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇസ്രായേലിൻ്റെ പുറത്ത് ഹമാസ് അറ്റാക്ക് ചെയ്തതിൻ്റെ 1ാം വാർഷികമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞാണ്, ഇന്നേ വരെ ജീവിതത്തിൽ ഞാനൊരു ജൂതനെ പോലും കണ്ടിട്ടില്ല. പക്ഷേ ഒരു ജൂതനെ കണ്ടാൽ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യവും കൊണ്ടാണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ നടന്നിരുന്നതെന്നാണ്. എന്തായാലും അദ്ദേഹം ഇസ്രായേലിൽ പോയി ജൂതന്മാരോട് ഇടപെട്ടിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായതല്ല എന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് ഈ പറയുന്ന മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ മദ്രസകളിലും ഇങ്ങനെ വിദ്യാഭ്യാസം, എനിക്കറിയില്ല മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത്, എല്ലാ മദ്രസകളിലും ഇങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ശ്രീ അബ്ദുള്ള പറഞ്ഞതുപോലെ ആയിരിക്കാം ചിലപ്പോൾ. ഉള്ളിലെ തീവ്രവാദി ഇങ്ങനെ പറയാൻ പാടില്ല. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. കാരണം എന്താ വെച്ചോ, അല്ല രണ്ടാമത്തെ ഖലീഫ പ്രവാചകന്റെ അങ്കി അദ്ദേഹം മരിക്കുമ്പോൾ ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലാണ്. എനിക്കറിയില്ല. ഞങ്ങൾ ഈ ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാലും ഞങ്ങൾ ഈ പറയുന്ന കേട്ടോ, എനിക്കറിയില്ല. എന്തായാലും ഈ മുസ്ലിം നാമധാരികളുടെ കമന്റുകൾ വരുന്നത് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത് ചില ഭാഗത്ത് നടക്കുന്നതുപോലെ തന്നെ കുറച്ചുകൂടി കറക്റ്റായിട്ട് പ്രവാചകൻ ഇങ്ങനെയായിരുന്നു, പ്രവാചകന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ വളരെ ശരിയായിട്ട് പറയുന്ന ഒറ്റ കാര്യം പറയൂ. ഒരു കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം നിലവിൽ വരുന്ന ജൂതന്മാർ എവിടെയായിരുന്നു? യമൻ മുസ്ലിം രാജ്യമല്ലേ? ഈ ആരിഫ് ഹുസൈൻ വിവരമുണ്ടോ? വിവരമുണ്ടോ ഇസ്ലാമിൽ പുറത്തു പോകും? ഓന് വിവരമില്ല എന്ന് ഞാൻ അന്നൊക്കെ ചർച്ചയിൽ വന്നു. അറബി അറിയില്ല. അല്ല ശ്രീ ഓബ്ദുള്ള, ഒരു സംശയം ചോദിച്ചോട്ടെ, ഒരു വിഭാഗം ഉണ്ടായിരുന്നു, ആ വിഭാഗം എവിടെ പോയി എന്നൊന്ന് പറയോ? യസീദി എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു, അത് അവരെവിടെ പോയി എന്നൊന്ന് പറയാവോ? അല്ല, അത് അവർക്ക് എന്താ സംഭവിച്ചെന്നൊന്ന് പറയാവോ? ലെബനനിൽ എന്താ സംഭവിച്ചെന്നൊന്ന് പറയാവോ? മറുപടി പറയട്ടെ, ഞാൻ പറയട്ടെ മോനെ.
അമേരിക്ക തട്ടികൂട്ടി ഉണ്ടാക്കിയതായ അന്നത്തെ സദ്ദാം ഹുസൈന്റെ സൈന്യത്തിലുള്ളതായ കുറെ ഭീകരന്മാരുണ്ടായിരുന്നു. അവര് ബലാത്സംഗം ചെയ്തു. അതാ യസീദി വർക്ക്. അതൊക്കെ ഞങ്ങളൊക്കെ വായിക്കുന്നുണ്ട് മോനെ. ശ്രീ ഓബ്ദുള്ള, എനിക്ക് അങ്ങോട്ടുള്ള ഒരു ബഹുമാനം എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ചർച്ചകളിൽ ഒന്ന് അങ്ങ് ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. അന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 5 വർഷം കഴിയുമ്പോൾ താങ്കൾ വന്നിരുന്ന മറ്റൊരു ചർച്ചയിൽ പറയും പോപ്പുലർ ഫ്രണ്ടിനെ ഉണ്ടാക്കിയത് RSS അമേരിക്കൻ കൂടിയാണെന്ന് പറയും. എനിക്ക് ഇന്നും ഓർമ്മയുണ്ടാ പറഞ്ഞത്. താങ്കൾ വീണ്ടും വണ്ടി ആ റൂട്ടിലേക്ക് എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. പ്രവാചകൻ അങ്ങനെയായിരുന്നു. പ്രവാചകൻ ജൂതരെ ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മരണസമയത്ത് പോലും അദ്ദേഹത്തിന് ജൂതരോട് ബഹുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കാണുന്ന മുസ്ലിം നാമധാരികൾ ഇത്രയധികം ജൂതവിരോധം കാണിക്കുന്നവരോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തലത്തിലേക്ക് എന്താണ് നിങ്ങളുടെ മതപുരോഹിതരോടും അങ്ങ് ഉൾപ്പെടെയുള്ളവരും കുറച്ചുകൂടി വരികയാണെന്നുണ്ടെങ്കിൽ അവർ കൂടി യാഥാർത്ഥ്യം ബോധ്യപ്പെടും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മറ്റൊന്നും പറഞ്ഞില്ല. ഒന്ന് രണ്ട് പൊളിറ്റിക്കൽ പോയിന്റിലേക്ക് ഞാൻ വന്നോട്ടെ. ഞാൻ പല ചർച്ചകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കേന്ദ്ര അല്ല ഞാൻ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. കേന്ദ്ര മോദി സർക്കാർ ഭരിക്കുന്നതിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഗുണഭോക്താക്കളും 3 പേരായിരുന്നു. ഒന്ന് ബംഗാളിൽ മമതയാണ്. കാരണം മോദി വരും എന്ന് പറഞ്ഞിട്ട് എന്താണ് മമത എന്ത് വൃത്തികേട് കാണിച്ചാലും മമതയ്ക്ക് ഒരു നിശ്ചിത വോട്ട് ബാങ്ക് അവിടെ വോട്ട് കിട്ടുന്നുണ്ട്. 2 തമിഴ്നാട്ടിൽ DMK ആണ്. കാരണം അപ്പുറത്തുള്ളത് ADMK ആണ്. അപ്പോൾ മോദി എതിർക്കുന്ന ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അവിടെ ഒരു ഭീകരമായ നറേറ്റീവ് സൃഷ്ടിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലായിരുന്നു പിണറായി വിജയനായിരുന്നു. ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ RSSകാരാകും എന്നുള്ള ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന് എന്തോ ഒരു ബൂമ് വന്നു എന്നുള്ളൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് കേരളത്തിൽ സെറ്റായതിൻ്റെ റിസൾട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മുസ്ലിം വോട്ട് അവർ കരുതിയിരുന്നത് അവരിൽ നിൽക്കുമെന്ന് കരുതിയിരുന്നത് ഇല്ല. കോൺഗ്രസിൻ്റെ എന്തോ തിരിച്ചുവരവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ തിരിച്ച് UDFിലേക്ക് പോകുന്നു എന്ന് CPMന് മനസ്സിലായി. പക്ഷേ കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ട് നഷ്ടപ്പെടുകയും ചെയ്തു അത്രയും നാളത്തെ മുസ്ലിം പ്രീണനത്തിനോടുകൂടി. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ചില നാടകങ്ങളും ചില ഗിമ്മിക്കുകളും മാത്രമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്താണ് ഷാജാൻ സാറ് പറഞ്ഞ പോലെ ക്ലാസ് അത്തരം സാധനങ്ങളിൽ നിന്നൊക്കെ CPM പോയി. ഇപ്പോൾ പച്ചയ്ക്ക് ജാതി മത വിഭജനം വെച്ചിട്ട് എന്താണ് മൈക്രോ മാനേജ്മെന്റ് നടത്തി മാത്രം തിരഞ്ഞെടുപ്പിനെ നേരിടാനും അങ്ങനെ മാത്രമേ തിരഞ്ഞെടുപ്പിനെ ജയിക്കുവാനും കഴിയുള്ളൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് CPM പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രപ്പീസ് കളിയാണ്. നമ്മൾ ഈ സർക്കസിലെ ട്രപ്പീസ് കളി കണ്ടിട്ടുണ്ടല്ലോ. കുറേ സാധനങ്ങൾ എറിഞ്ഞു പിടിച്ച് എന്താണ് കുറേ ഭാഗത്തുള്ള മുസ്ലിം വോട്ടിനെ പിടിച്ചിരുത്തി, ഇപ്പുറത്തുള്ള ക്രിസ്ത്യൻ വോട്ടിനെ പിടിച്ചിരുത്തി, ഇപ്പുറത്തുള്ള ഹിന്ദു വോട്ടിനെ പിടിച്ചിരുത്തി. ഈ ട്രപ്പീസ് കളിയാണ് ഇപ്പോൾ CPM. അത് അവസാനത്തെ നിലനിൽപ്പിനായിട്ടുള്ള കളിയാണ്. അതൊരു നൂലിന്റെ പുറത്ത് നിന്ന് കളിക്കുകയാണ്. ഏത് നിമിഷവും താഴെ പോകും. യെസ്, ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്ന എന്തായാലും അബ്ദുള്ള ഈ സംവാദത്തിൽ പൂർണ്ണമായി ഇരുന്നല്ലോ. യെസ്, എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും